മനുഷ്യനെ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചു, ജാതിയും മതവും വേർതിരിച്ച് സൃഷ്ടിച്ചു എന്ന വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ നാട്ടുകാരിൽ പലർക്കും പെന്തക്കോസ്തരായ ദൈവമക്കളെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. പലരും ചിന്തിച്ചിരിക്കുന്നത് ഇത് മതപ്രഭാഷണമാണെന്നും ഇത് മതം മാറ്റുന്ന പരിപാടിയാണെന്നും ആ നിലയിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളും ചിന്തകളും ഒക്കെയായി പല നിലയിൽ മനുഷ്യരുടെ ഹൃദയത്തിൽ അങ്ങനെയുള്ള ചിന്താഗതികളുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ എന്നെ കേൾക്കുന്ന കൊല്ലമ്പടിയിലെ സഹോദരങ്ങളോട് പറയട്ടെ, ഇത് മതപ്രസംഗം അല്ല. മതപ്രഭാഷണ പരമ്പരയെന്നോ മതപ്രസംഗമെന്നോ ഇവിടുത്തെ ഒറ്റ നോട്ടീസിലും വെച്ചിട്ടില്ല. എന്തുകൊണ്ട് വെച്ചിട്ടില്ലെന്ന് ചോദിച്ചാൽ, ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതം ലോകത്തിലില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതം ലോകത്തിലില്ല. അതുകൊണ്ട് തന്നെ ഇത് മതം പഠിപ്പിക്കുന്ന ഗ്രന്ഥമല്ല. ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ ശബ്ദപരിധിയിൽ കേൾക്കുന്നവരുടെ ഉള്ളം ചിന്തിക്കും, വർഷങ്ങളായി ക്രിസ്തുമതത്തെക്കുറിച്ച് കണ്ടും കേട്ടും അറിഞ്ഞുവരിക്കുന്ന ഞങ്ങളോട് ഷമീർ കൊല്ലം വന്ന് ക്രിസ്തുമതം ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കും? വർഷങ്ങളായി കണ്ടും കേട്ടും ഇരിക്കുന്നതെല്ലാം ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉദാഹരണം, കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ MC റോഡിൽ ആയൂര് കഴിഞ്ഞൊരു സ്ഥലം ഇരിപ്പുണ്ട്. അതിൻ്റെ പേര് ചടയമംഗലം എന്നാണ്. ചടയമംഗലം അറിയാത്തവരാരും കോന്നിയിൽ കാണാൻ സാധ്യത കുറവാണ്. എന്നാൽ ഈ മൈക്കിൽ കൂടെ 10 നാട്ടുകാർ കേൾക്കാൻ ഞാൻ വിളിച്ചു പറയുന്നു, കൊട്ടാരക്കര തിരുവനന്തപുരം MC റോഡിൽ ചടയമംഗലം എന്ന് പറഞ്ഞൊരു സ്ഥലം ഇല്ല. അപ്പം ചിലർ വേണേൽ പറയും, അപ്പോൾ എന്തോ സുഖമില്ലാത്ത ആളാ എന്നൊക്കെയാ ചിലരുടെ ചിന്ത. സുഖത്തിന് കുറവൊന്നുമില്ല, വിഷയം അതല്ല. റെക്കോർഡിക്കലി ആ സ്ഥലത്തിനൊരു പേരുണ്ട്. അത് ചടയമംഗലം എന്നല്ല, ജടായു മംഗലം എന്നാണ്. എന്നാൽ വർഷങ്ങളായി നാട്ടുകാർ പറഞ്ഞ് അറിയുന്നത് ചടയമംഗലം എന്നാണ്. ഞാൻ ഒരുത്തം വിചാരിച്ചാൽ ഇതിനൊരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇതുപോലെ ബസ്സിനകത്ത് 2 ബെല്ലടിച്ച് വണ്ടി പോട്ടെ എന്ന് പറഞ്ഞു വിടുന്ന ആളിനെ നമ്മളെല്ലാം വിളിക്കുന്നൊരു പേരുണ്ട്, കിളി. സത്യത്തിൽ കിളി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇല്ല, ക്ലീനർ എന്നാണ് ആ പോസ്റ്റിൻ്റെ പേര്. വർഷങ്ങളായി നാട്ടുകാർ പറഞ്ഞ് ഈ ക്ലീ 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 പിന്നെ കിളിയായതാ. ഇതിപ്പോൾ നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ തിരുത്താൻ പറ്റുന്ന വകുപ്പല്ല. എന്തിനാ അധികം പറയണ്ട. നമ്മുടെ സഹോദരിമാർ സാധാരണ ചേട്ടന്മാരോട് പറയും, ചേട്ടാ ഇന്നലെയും പറഞ്ഞിട്ട് നിങ്ങൾ മറന്നുപോയി, മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ ഇച്ചിരി കരിയാപ്പില മേടിച്ചുകൊണ്ട് വരാൻ. സത്യത്തിൽ കരിയാപ്പില എന്ന് പറഞ്ഞൊരു ഇലയില്ല, കറിക്കിടുന്ന വേപ്പില അഥവാ കറി വേപ്പില എന്നാണ് അതിൻ്റെ പേരെങ്കിലും പറഞ്ഞിപ്പോൾ എന്തായിരിക്കുക, കരിയാപ്പില ആയിരിക്കുക. ഞാൻ വിചാരിച്ചാൽ തിരുത്താൻ ഒക്കത്തില്ല. പറഞ്ഞതിൻ്റെ താല്പര്യം, ക്രിസ്തു മതമല്ലടോ ശരി, ക്രിസ്തു മാർഗമാണ് ശരി. ക്രിസ്തു മാർഗം ഇതൊരു വഴിയാണ്, ഇതൊരു മാർഗമാണ്. എങ്ങോട്ടുള്ള വഴിയാണോ ഉപദേശി? സ്വർഗരാജ്യത്തിലേക്കുള്ള ഏക വഴി അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുമാർഗം ആരെങ്കിലും പറഞ്ഞ് ക്രിസ്തുമതമാക്കിയെങ്കിൽ ഞങ്ങൾ 5-6 പാസ്റ്റർമാർ വിചാരിച്ചാലൊന്നും തിരുത്താൻ പറ്റുന്ന വകുപ്പല്ലത്. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ മാറണം. 2, ഇനി അഥവാ മതം മാറിയിട്ടും പേര് മാറിയിട്ടും ഒക്കെ വല്ല കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ, കൊല്ലമ്പടി ദേശത്തോട് ഞാൻ പറയും, നിങ്ങളാരും മതം മാറരുത്, ആരും മതം മാറരുത്, ആരും പേരും മാറണ്ട. കാര്യം, പേര് മാറിയിട്ടും മതം മാറിയിട്ടും ഒരു കാര്യവും ഇല്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെയൊക്കെ നാട്ടുംപുറത്തെ പറമ്പിൽ ഒരു തരം ചെടിയുണ്ട്. നമ്മൾ പൊതുവെ ആ ചെടിയെ വിളിക്കുന്നൊരു പേര് ചൊറിയണം എന്നാണ്. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? അയ്യോ, അതിൻ്റെ സ്വഭാവം അങ്ങനെ ഉപദേശി, ആരുടെ മേത്ത് തട്ടിയാലും എന്ത് ചെയ്യും? ചൊറിയും. അപ്പം ചൊറിയണത്തെ പറമ്പിൽ നിന്ന് എടുത്ത് വീട്ടിനകത്തെ ഫ്രണ്ട് ഹോളിലെ AC റൂമിലെ ചില്ലിട്ട ഷോക്കേഴ്സിൽ കൊണ്ടുവച്ചാലും ചൊറിയണം എന്ത് ചെയ്യും? ചൊറിയും. അപ്പം സ്ഥലം മാറിയിട്ട് കാര്യമില്ല. എന്നാൽ പിന്നെ പേരങ്ങ് മാറ്റാം, ഒരു സ്റ്റിക്കറിനകത്ത് മണിക്കുട്ടിന്ന് എഴുതി ഒട്ടിച്ചു വെക്കാം. എന്നാലും ചൊറിയണം എന്ത് ചെയ്യും? നിങ്ങളാരും മിണ്ടുന്നില്ല. നിങ്ങൾ മിണ്ടാത്ത കാര്യമല്ലല്ലോ ഞാൻ പറഞ്ഞു. നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട കാര്യം വേറെ ഉണ്ട്, അത് ഞാൻ പിന്നാലെ പറയാം. അപ്പം ഇതൊക്കെ നിങ്ങൾ മിണ്ടേണ്ട കാര്യമാണ്. അപ്പം സ്ഥലം മാറിയാലും പേര് മാറിയാലും
സ്വഭാവം മാറിയില്ല എന്ത് ചെയ്യും? ഉറക്കെ പറ. ചൊറി. അപ്പൊ ആരുടെയും പേരും മതവും ഒന്നും മാറിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാ മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹം പറഞ്ഞു, മതം ഏതായാലും മനുഷ്യൻ നന്നാകണം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എഴുത്തുഭാഷയും വർത്തമാന ഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. മതം ഏതായാലും മനുഷ്യൻ നന്നാകണം, അത് എഴുത്തുഭാഷയാണ്. അതിൻ്റെ നാട്ടുഭാഷ പറഞ്ഞാൽ എടാ ഏത് മതത്തിലായാലും വേണ്ടില്ല, നീ ഒന്ന് ഗുണപ്പെട്ട് കണ്ടാൽ മതി എന്നാ മഹാഗുരുവിൻ്റെ ആഗ്രഹം. അപ്പം അത് നല്ല ആഗ്രഹമാണ്. മതമല്ല അദ്ദേഹത്തിൻ്റെ വിഷയം, മനുഷ്യൻ നന്നാകണം. ആ മഹാഗുരുവിൻ്റെ നല്ല ആഗ്രഹത്തെ ഒന്ന് സാധിപ്പിച്ചു കൊടുക്കാൻ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് പോലും ഇന്നു വരെ കഴിഞ്ഞിട്ടില്ലെന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അവരുടെ കുറ്റമല്ല. കാരണം ഇവിടെ ഉപദേശിച്ച് സംഗതിയൊക്കെ കൊള്ളാൻ പറയാൻ എളുപ്പമാണ്. മനുഷ്യനെ നന്നാക്കുന്ന ഉപകരണം വല്ലോ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഒരെണ്ണം ഞങ്ങൾക്ക് കൊടുത്താൽ ഞങ്ങൾ ഗുരുവിൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാം. വേണ്ട, നിങ്ങൾ സാധിപ്പിക്കണ്ട, ഞങ്ങൾ സാധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാഗുരുവിൻ്റെ നല്ല ആഗ്രഹത്തെ സാധിപ്പിച്ചുകൊണ്ട് ജയിലിനകത്ത് പോലും കടന്നു ചെന്ന് കുലപാതകികളെ പോലും മനുഷ്യസ്നേഹികളാക്കിക്കൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ട് അപ്പനും അമ്മയ്ക്കും നാടിനും വീടിനും തലവേദനയായി ജീവിക്കുന്ന ഷമീറിനെ പോലെ അനേക ചെറുപ്പക്കാരെ അമ്മയപ്പന്മാർക്ക് കൊള്ളാവുന്ന മക്കളാക്കി തിരിച്ചു കൊടുത്ത പുണ്യമാണ് ഇന്ന് രാത്രി കൊല്ലംപടിയിൽ ഉയർത്തപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. സുവിശേഷത്തെ വൈരാഗ്യ മനസാക്ഷിയോടെ കാണുന്ന പലരെയും ഞങ്ങളുടെ യാത്രകളിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചോദിക്കട്ടെ, മനസാക്ഷി എന്നൊന്ന് താങ്കൾക്കുണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ചൊരു മറുപടി എനിക്ക് തരണം. സുവിശേഷം നിങ്ങളുടെ നാടിന് എന്തെങ്കിലും ദോഷം വരുത്തിയിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ സുവിശേഷം കേട്ട് എൻ്റെ മോൻ കുടിയനായെന്ന് പറയാൻ ഒരമ്മ ഇന്ന് രാത്രി ഈ പന്തലിലേക്ക് വരാമെങ്കിൽ ഇനി ഈ പട്ടണത്തിൽ ഈ പരിപാടി പെന്തിക്കോസുകാർ നടത്തത്തില്ലെന്ന് ഉറപ്പു തരാം. നിങ്ങളുടെ സുവിശേഷം കേട്ട് എൻ്റെ ചേട്ടൻ കുടിയനായെന്നൊരു ഭാര്യയ്ക്ക് പറയാനുണ്ടെങ്കിൽ, നിങ്ങളുടെ സുവിശേഷം കേട്ടാണ് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായതെന്ന് പറയാൻ ഒരു കുടുംബം മുന്നോട്ട് വരാമെങ്കിൽ ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. സ്നേഹിത, സുവിശേഷമാർക്കും ഒരു ദോഷവും വരുത്തിയിട്ടില്ല. സുവിശേഷം പ്രസംഗിക്കുന്നവൻ ഹർത്താലിന് കൊടി പിടിക്കുന്നില്ല, ട്രാൻസ്പോർട്ടിന് കല്ലെറിയുന്നില്ല, മുണ്ടും മടക്കി കുത്തി കവലയിൽ നിന്ന് തെറി വിളിക്കുന്നില്ല, നാട്ടുകാർക്ക് ദോഷം വരുത്തുന്നില്ല. വേണ്ട, ചരിത്രത്തിൽ ഇന്ന് വരെ ഈ കൊല്ലം പട്ടണത്തിൽ, പത്തനംതിട്ട ജില്ലയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നാഷണൽ ഹൈവേ ഇവിടെ സുവിശേഷ യോഗം നടക്കുക, അതുകൊണ്ട് KSRTC ബസും കാറും ലോറിയും ഇതിലെ പോട്ടെന്നും പറഞ്ഞ് ഏമാന്മാര് മീശയും ചുരുട്ടിക്കൊണ്ട് വഴിതിരിച്ചുവിടേണ്ട ഒരു ഗതികേടും സുവിശേഷം നാടിന് വരുത്തിയിട്ടില്ല. അങ്ങനെ സമൂഹത്തിന് ഒരു തരത്തിലും ഒരു ഉപദ്രവവും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കൊണ്ടുണ്ടാകുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ പറയാതിരിക്കാനും നിവർത്തിയില്ല. ഞാൻ അത് പറയുമ്പോൾ ചിലർ പറയും, ഉപദേശി അങ്ങനൊന്നുമല്ല, ഞങ്ങളും ചില വാർത്തകളൊക്കെ കാണും, മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ ഞങ്ങളും വായിക്കുന്നവരാ, അരിയാഹാരം കഴിക്കുന്നവരാ ഞങ്ങളുമൊക്കെ എന്ന് പറയും. സംഗതി ശരിയാ, അതിലൊന്നും തെറ്റൊന്നുമില്ല. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ വകുപ്പല്ല ഈ പരിപാടി. പണ്ട് കർത്താവ് ഈ ഭൂമിയിൽ ജീവനോടെ ആയിരുന്ന സമയം തൊട്ട് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച 12 ഒരുത്തൻ ആരാ? ഉറക്കപ്പറ. യൂദ. അവൻ്റെ നോട്ടം എവിടാ? സഞ്ചി പണസഞ്ചി. അതിനുവേണ്ടി പ്രാണനാഥനെ ഒറ്റിക്കൊടുത്ത യൂദായുടെ കുഞ്ഞമ്മയുടെ മക്കൾ ഇതിനകത്തുണ്ട്. അവന്മാരെന്ത് ചെയ്യുമെന്നറിയാമോ? കർത്താവിനെ ഒറ്റിക്കൊടുത്ത് ദൈവനാമത്തിന് ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ട് യൂദായുടെ കുടുംബക്കാർ ചുറ്റി നടപ്പുണ്ട്. അത് ഈ കാര്യമൊന്നുമില്ല. കാരണം അന്ന് യൂദാ തെറ്റിപ്പോയെങ്കിൽ ഇവന്മാരെല്ലാം കള്ളന്മാരാണെന്ന് പറഞ്ഞ് ബാക്കി 11 പേരും തൊഴിലുറപ്പിന് പോയില്ല. അവരുടെ പരിപാടി സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അവർ പ്രസംഗിച്ച ക്രിസ്തു നിമിത്തം ദൈവസഭ വളർന്നു. ഇന്നും സഭ വളർന്നുകൊണ്ടേയിരിക്കുകയാ. അതിനിടയിൽ യൂദായുടെ കുടുംബക്കാരെല്ലായിടത്തും ഉണ്ടെന്ന് 12-ൽ 1 വെച്ച് എൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ 120 പേരുള്ള സഭയിൽ 12 യൂദ, 1200 പേരുള്ള സഭയിൽ 120 യൂദ. അവന്മാരാണ് ഈ അടിയെല്ലാം ഉണ്ടാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിപ്പം നല്ലതും തീയതും എല്ലായിടത്തും ഉണ്ടല്ലോ. ഒരു സ്വാമിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട്, ഒരു സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം മോശക്കാരാണെന്ന് ബോധമുള്ള ആരെങ്കിലും പറയൂ? പറയത്തില്ല. ഒരു പള്ളിയിലച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനികളെല്ലാം മോശക്കാരാന്ന് ആരെങ്കിലും പറയൂ? ഒരു മുസ്ലിം ബോംബ് പൊട്ടിച്ചതുകൊണ്ട് മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്നൊന്നും ആരും പറയത്തില്ലല്ലോ. ഇതുപോലൊരു പാസ്റ്റർ അറസ്റ്റിലെന്നും പറഞ്ഞ് ഇരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് പാസ്റ്റർമാരെല്ലാം കള്ളന്മാരെന്നൊന്നും ആരും പറയണ്ട. നീ കള്ളനെ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് പറ്റിയ അബദ്ധമാണ്. നല്ലത് ഇതിൻ്റെ ഇടയ്ക്കുണ്ട്, അത് കണ്ടിട്ടില്ല, അതിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് നല്ലതും തീയതും എല്ലായിടത്തുമുണ്ട്. മറിച്ച് സുവിശേഷം നാടിന് ഒരു തരത്തിലുള്ള ദോഷവും വരുത്തിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? മടങ്ങി വരാം ചിന്തയിലേക്ക്. അപ്പം അതുകൊണ്ട് ഇത് പേരും മതവും ഒന്നും മാറുന്ന സന്ദേശമല്ല. ദൈവത്തിൻ്റെ അരുളപ്പാട്, സൃഷ്ടാവിൻ്റെ അരുളപ്പാട്, സൃഷ്ടിയായ മനുഷ്യനെ അറിയിക്കുന്ന സന്ദേശമാണ് സുവിശേഷം.
ഇന്നലെ നമ്മൾ ചിന്തിച്ചു നിർത്തിയത് യഹോവയായ ദൈവം ചരാചരങ്ങളെ ഉണ്ടാക്കി, ഭൂലോകത്തെ ഉണ്ടാക്കി. ചരാചരങ്ങൾ ഇടജാതി, മൃഗജാതി, കന്നുകാലി, നാൽക്കാലി, പറവജാതി അനന്തരം ദൈവം നിലത്തെ മണ്ണുകൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നാര് പറഞ്ഞു? ആര് പറഞ്ഞു? ഈ ഉലകത്തെ നിർമ്മിച്ച ഏക സത്യ ദൈവമായ ഈശ്വര ഭഗവാൻ, പടച്ചവൻ, സൃഷ്ടാവ്, ആമേ യഹോവയായ ദൈവം കൽപ്പിച്ചു മനുഷ്യനേകനായി ജീവിക്കുന്നത് നല്ല പരിപാടിയല്ലെന്ന്. ഇപ്പൊ ചിലർ ദൈവത്തമ്പുരാന്റെ തലയെ കയറി ചവിട്ടിയെന്നുകൊണ്ട് പറയാം അതൊന്നും കുഴപ്പമില്ല, കെട്ടണ്ട. മനസ്സിലാവുന്നുണ്ടോ? അവരെ സൃഷ്ടാവിനേക്കാളും വലിയ പുള്ളികളാണ്. പോട്ടെ, ഏതായാലും ആമേ മനുഷ്യനേകനായിരിക്കും നല്ലതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവന് തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അവൻ്റെ വാരിയിൽ നിന്നും ഒന്നിനെ എടുത്ത് മജ്ജയും മാംസവും വെച്ച് പിടിപ്പിച്ച് തക്കതായ പെൺകുട്ടിയെ ഉണ്ടാക്കി തുണയായി നൽകി. അവരെന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യനെ അകറ്റിക്കളയുവാൻ ദുഷ്ടനായ പിശാച്, ഇബ്ലീസ്, സാത്താൻ, ശൈത്താൻ എന്ന് പറയുന്ന ഈ ഇബ്ലീസ് എന്ന് പറയുന്ന ലൂസിഫർ അവന്റെ ഹൃദയത്തിനകത്ത് ചിന്തിച്ച പ്ലാൻ പ്രകാരം തോട്ടത്തിനകത്ത് കാട്ടിക്കിടന്ന പാമ്പിൻ കുഞ്ഞ് തോട്ടത്തിനകത്ത് നുഴഞ്ഞു കയറി. ആ പഴയ പാമ്പിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ബർമുട ഇട്ടുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുക. സഭാഭാഷന്മാരെല്ലാം സൂക്ഷിച്ചിരുന്നോണം, പഴയ പാമ്പിൻ കുഞ്ഞുങ്ങളാ. പേരും അഡ്രസ്സും പിന്നാലെ പറയാം. അപ്പോൾ ആ നിലയിൽ പാമ്പിൻ കുഞ്ഞ് തോട്ടത്തിനകത്ത് നുഴഞ്ഞു കയറി മണവാട്ടിയായ അമ്മച്ചിയെ തെറ്റിച്ചു കളഞ്ഞു. നോക്കേ, മനുഷ്യനെ കൊണ്ട് ദൈവം ഈ പിശാച് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ചു, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. സൃഷ്ടാവായ ദൈവത്തിൽ നിന്നും സൃഷ്ടിയായ മനുഷ്യൻ അകന്നുപോയപ്പോൾ മനുഷ്യന്റെ അടുത്ത തലമുറ പാപത്തിലേക്ക് പോയി. ഞാനൊരു കാര്യം പറയാം. പാപം എന്നൊക്കെ പറയുമ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പഴം തിന്നാണോടോ ഉപദേശി പാപം എന്നൊക്കെ ചോദിക്കുന്നു. ഇന്നലെ ഞാനത് വ്യക്തമാക്കി. പഴം തിന്നതല്ല പാപം, പിന്നെ എന്താണ് പാപം എന്നൊക്കെ ഞാൻ ഇന്നലെ വ്യക്തമാക്കി. സമയം കളയുന്നില്ല. കാരണം നിയമലംഘനമാണ് അവിടെ നടന്നത്, കൽപ്പനാലംഘനം, പാപം. മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടു. ഈ ഇടയ്ക്കൊരു മുസ്ലിം സഹോദരൻ എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാ, ആദാമും ഹവ്വായും പാപം ചെയ്തു. എന്നാൽ ദൈവം സ്നേഹവാനായ ദൈവമായതുകൊണ്ട്, ദൈവം കരുണയുള്ള ദൈവമായതുകൊണ്ട്, ദൈവം മനസ്സിലുള്ള ദൈവമായതുകൊണ്ട് അവരുടെ പാപം ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ദൈവം അങ്ങ് ക്ഷമിച്ചു കൊടുത്തു, പുറത്തു കൊടുത്തു. അതുകൊണ്ട് ബാക്കിയുള്ള തലമുറയൊക്കെ പാപിയാന്ന് പറയുന്ന വിഡ്ഢി സിദ്ധാന്തം ഈ ക്രിസ്ത്യാനികൾ കൊണ്ട് നടക്കുന്നു. നോക്കണേ, ഞാൻ അവനോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. കിഡ്നി അടിച്ചുപോയ ഒരു രോഗിയുടെ രോഗലക്ഷണം എന്താണെന്നറിയാമോ? എന്താ ലക്ഷണം? ഒത്തിരി ലക്ഷണമുണ്ട്. അതിലൊന്ന്, കൈയും കാലും ഒക്കെ എന്ത് ചെയ്യും? നീര് വരും. കിഡ്നി അടിച്ചു പോയാൽ നീര് പൊങ്ങും. അപ്പം നീര് പൊങ്ങുമെന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർമാരെ എല്ലാം കൊണ്ട് കാണിച്ചു, എൻ്റെ കാലിനും കൈക്കും വല്ലാത്ത നീര്. അവരെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നീരിനുള്ള കുഴമ്പ് എഴുതി കൊടുത്തു. നീര് മാറുമോ? നിങ്ങളാരും മിണ്ടുന്നില്ല. ഇല്ല, നീര് മാറത്തില്ല. കാരണം ഈ നീര് രോഗമല്ല, പിന്നെയോ രോഗലക്ഷണമാണ്. രോഗം എവിടാ? കിഡ്നിക്കാണ്. അപ്പോൾ ലക്ഷണത്തിന് ചികിത്സിച്ചിട്ട് കാര്യമില്ല, രോഗം മാറണം. അങ്ങനെയെങ്കിൽ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ കിഡ്നി തരാം. ശരി, അങ്ങനെ കിഡ്നി എടുത്ത് മാറ്റിവെച്ചു, പുള്ളിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യമായി. അങ്ങനെ രോഗം മാറി എങ്കിൽ എൻ്റെ ചോദ്യം, രോഗലക്ഷണം എന്ത് ചെയ്യണം? ഉണ്ടെന്നില്ല, മാറണം. രോഗം മാറിയാൽ രോഗലക്ഷണവും മാറണ്ടായോ? മാറണം. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യന്റെ പാപം ദൈവം ക്ഷമിച്ചു കൊടുത്തെങ്കിൽ, പാപം അവിടം കൊണ്ട് പുറത്തെങ്കിൽ, പാപം അവിടം കൊണ്ട് തീർന്നെങ്കിൽ, പാപ സ്വഭാവം അവിടം കൊണ്ട് തീരണം. തീർന്നോ? ആദാമും ഹവ്വായും പാപം ചെയ്തു. അവരുടെ പാപം ദൈവം തോട്ടത്തിൽ വെച്ച് അങ്ങ് പുറത്തു കൊടുത്തെങ്കിൽ തൊട്ടടുത്ത ജനറേഷൻ ആരാ? കായീനും ഹാബേലും അല്ലേ? വയലിൽ വെച്ച് ചേട്ടനും അനിയും തമ്മിൽ അടികൂടി ഒരുത്തനെ തട്ടിക്കളഞ്ഞു, കൊലപാതകം. അതെവിടുന്ന് വന്നു? ഉടനെ ഞാൻ അവനോട് ചോദിച്ചു, എടാ, പാപം അവിടെ തീർന്നെങ്കിൽ പാപ സ്വഭാവം അടുത്ത തലമുറയിൽ എങ്ങനെ വന്നു? ഇവരാരും ആപ്പിൾ കഴിച്ചില്ലല്ലോ, ഇവരാരും പഴം കഴിച്ചില്ലല്ലോ, പിന്നെ ഒരുത്തനെ കൊല്ലാനുള്ള പാപ സ്വഭാവം ഇവനെ എവിടുന്ന് വന്നു? അപ്പൊ രോഗം മാറി, രോഗലക്ഷണം മാറിയില്ലയോ? ഉടനെ അവൻ എന്നോട് പറഞ്ഞ മറുപടി, അത് ആ സാഹചര്യം കൊണ്ട് അങ്ങ് സംഭവിച്ച കൊലപാതകമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സാഹചര്യം കൊണ്ട് ഒരു കത്തിയെടുത്ത് ഇങ്ങനെ കുത്തിയാൽ ഇവന്റെ വയർ ഇങ്ങനെ കീറുമെന്നും രക്തം വരും, ഇവൻ ചാവുമെന്നും കൊലപാതകം എന്ന് പറഞ്ഞ സംഭവം എന്തുവാണെന്നും ആർക്കറിയത്തില്ല. കയ്യിനും ഹാബേലിനും അറിയത്തില്ലല്ലോ. പിന്നെ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ സിനിമയൊന്നും അവന്മാർ കണ്ടിട്ടുമില്ല. ഒരുത്തനെ കുത്തിക്കൊല്ലുന്നതും മലയാള മനോരമയും പത്രമൊന്നും വായിച്ചിട്ടുമില്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ കൊലപാതകം എന്ന സംഗതി ഈ പിള്ളേരുടെ മനസ്സിൽ എവിടുന്ന് വന്നു? അപ്പൊ രോഗം മാറിയിട്ടും രോഗലക്ഷണം മാറിയില്ലല്ലേ? അത് ഞാൻ പഠിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പോയവനെ പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് രോഗം മാറിയാൽ രോഗലക്ഷണവും മാറണം. മാറിയില്ല. ഇന്നും മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപത്തിന്റെ സ്വഭാവം, ആ രോഗലക്ഷണം ഇന്നും മനുഷ്യൻ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുക. നോക്കേ, ഓരോ ദിവസവും സിറ്റൗട്ടിൽ വന്നു വീഴുന്ന മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ എടുത്തൊന്ന് വായിച്ചാലുണ്ടല്ലോ, മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന മടിക്കുന്ന പാപകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് മനുഷ്യനെന്ന ഇരുകാലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക.
ചെയ്തുകൊണ്ടിരിക്കുകയാ. ഒരുപക്ഷെ നാൽക്കാലികളായ മൃഗങ്ങൾ പോലും മൂക്കത്ത് വിരൽ വെച്ച് അയ്യയ്യേന്ന് കളിയാക്കുന്ന രീതിയിൽ മനുഷ്യൻ നാണം കെട്ട മൃഗമായിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ കടന്നു വരികയാ. നോക്ക, പ്രസവിച്ചു കിടക്കുന്ന പട്ടിയെടുക്ക ചെന്നാൽ അത് കടിക്കാൻ ഓടിക്കും, അടയിരിക്കുന്ന കോഴിയെടുക്ക ചെന്നാൽ അത് കൊത്താൻ ഓടിക്കും. അങ്ങനെ പോലും തൻ്റെ കുഞ്ഞുങ്ങളെ മൃഗങ്ങൾ സംരക്ഷിക്കുമ്പോൾ കാണുന്നുണ്ടോ, നൊന്ത് പ്രസവിച്ച ചോരക്കുഞ്ഞിനെ വാഷിംഗ് മെഷീനിലിട്ട് കൊന്നുകളയുന്ന അമ്മ കൊച്ചു കേരളത്തിൽ, യൂറോപ്യൻ ക്ലോസറ്റിൽ തലതിരികി കയറ്റി കൊല്ലുന്ന അമ്മ കൊച്ചു കേരളത്തിൽ, അലമാരെ പൂട്ടിവെച്ച് കൊല്ലുന്ന അമ്മ കൊച്ചു കേരളത്തിൽ, ജനിപ്പിച്ച സ്വന്തം പെൺകുഞ്ഞിനെ തിരിച്ചറിയാത്ത അപ്പൻ കൊച്ചു കേരളത്തിൽ, 3 വയസ്സുള്ള പെൺകുഞ്ഞിനെ തെരുവിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി പീഡിപ്പിക്കുന്ന 90-കാരൻ കൊച്ചു കേരളത്തിൽ. നോക്ക്, മൃഗങ്ങൾ പോലും ചെയ്യുവാൻ അറയ്ക്കുന്ന ഹീനകൃത്യങ്ങൾ മനുഷ്യൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുക. മിണ്ടാപ്രാണിയായ ഒരു കോഴി പോലും, മിണ്ടാപ്രാണിയായ ഒരു കോഴി പോലും ഒരു മുട്ടയിട്ടാൽ എന്ത് ചെയ്യും എന്നറിയാമോ? എന്ത് ചെയ്യും? കൂകി വിളിച്ച് 10 പേരെ അറിയിക്കും, മുട്ടയിട്ടേ ഓടി വന്ന് എടുത്തോളാൻ പറഞ്ഞ്. അതിനെ കൊണ്ടാകുന്ന രീതിയിൽ കൂകി വിളിച്ച് 10 പേരെ അറിയിക്കും. എന്നാൽ നിങ്ങൾ അറിഞ്ഞോ, ഈ അടുത്ത കാലത്ത് ഒരു അമ്മ KSRTC ബസിന്റെ പുറകിലത്തെ സീറ്റ് മുട്ടയിട്ടേച്ച് ഞാനൊന്നും അറിഞ്ഞില്ലേന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയി. കൊച്ചു കേരളത്തിലെ വാർത്തകളാന്നേ. ശ്രദ്ധിക്കണമേ, മനുഷ്യൻ പോലും ചെയ്യാൻ അറയ്ക്കാം, ഈ മൃഗങ്ങൾ പോലും ഒരുപക്ഷെ ഇതൊക്കെ കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് അയ്യയ്യേന്ന് കളിയാക്കും. അത്തരത്തിൽ നാണം കെട്ട പാപപ്രവൃത്തികളുമായി മനുഷ്യനൊന്നും മുന്നോട്ട് പോവുകയാ. ആമേൻ. എടോ, ഇത് പള്ളിക്കകത്തൊക്കെ പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചാൽ പോരെ ചങ്ങാതി. എന്താ, പത്രമാധ്യമങ്ങളിൽ നിരന്നു നിൽക്കുന്ന ക്രിമിനലുകളുടെ പേരെടുത്ത് പരിശോധിച്ചാൽ അതിൽ നാരായണൻ മാത്രമല്ല പ്രതി, കറിയാച്ചൻ മാത്രമല്ല ശരി, മമ്മദ് കുട്ടി മാത്രമല്ല പ്രതി, എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരും പ്രതിപ്പട്ടികയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ രക്ഷയ്ക്കുള്ള സന്ദേശം പള്ളിക്കകത്ത് പറഞ്ഞാൽ പോരാ. മനുഷ്യൻ ാണെങ്കിൽ പാപമോചനത്തിന്റെ സന്ദേശം പബ്ലിക്കായി പറഞ്ഞേ ഒക്കത്തുള്ളൂ. കാരണം ക്രിസ്ത്യാനികൾ മാത്രമല്ല പ്രതിപ്പട്ടികയിൽ നിരന്നു നിൽക്കുന്നത്, എല്ലാ മതവിഭാഗക്കാരും നിരന്നു നിൽക്കുന്ന ഈ അന്ത്യകാലത്ത് രക്ഷയ്ക്കുള്ള സന്ദേശവും പബ്ലിക്കായി പറഞ്ഞേ ഒക്കും. മനസ്സിലാകുന്നുണ്ടോ? മടങ്ങി വരാം. അതുകൊണ്ട് ആദാം ഹവ്വായും ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തു. പാപത്തിൽ വീണുപോയ അനന്തര തലമുറ ദൈവത്തെ മറന്നുകൊണ്ട് പാപപ്രവൃത്തികൾ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ സ്നേഹവാനായ ദൈവം, എൻ്റെ ദൈവത്തിൻ്റെ മാത്രം പ്രത്യേകത, ഈ ഉലകത്തിൽ മറ്റൊരു ദൈവങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്തൊരു പ്രത്യേകത ഈ പുസ്തകത്തിലെ ദൈവത്തിനുണ്ട്. എന്താണെന്നറിയാമോ? പാപം ചെയ്യുന്നവരെ കാലാകാലങ്ങളിൽ നിഗ്രഹിക്കാൻ അവതാരമെടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ ലക്ഷ്യമല്ല ഇതിനകത്തുള്ളത്. മറിച്ച് പാപം ചെയ്യുന്നവരെ രക്ഷിപ്പാൻ രക്ഷാമാർഗം മുന്നോട്ട് വെക്കുന്ന സ്നേഹവാനായ ദൈവം. നോക്ക്, പലവട്ടം നശിപ്പിച്ച് കളയത്തക്കവണ്ണം മനുഷ്യൻ ദൈവത്തോട് മറുതലിച്ച് പാപം ചെയ്തപ്പോൾ അവരെ നശിപ്പിച്ചു കൊന്നൊടുക്കി ഇല്ലാതാക്കുവാൻ തക്കവണ്ണം സംഹാരരൂപിയായ ഒരു ദൈവമല്ല എഴുന്നേറ്റത്, മറിച്ച് അവരെ രക്ഷിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം, സ്നേഹവാനായ ദൈവം. ആമേൻ. അതുകൊണ്ട് ആ പെന്തിക്കോസുകാര് എല്ലായിടത്തും പാടുന്ന, പെന്തിക്കോസുകാരെന്ന് പറഞ്ഞാൽ ഉടനെ നാട്ടുകാർക്ക് ഓർമ്മ വരുന്നൊരു പാട്ടുണ്ട്. ഏത് പാട്ടാ? 1000 നാവുകളാൽ. അത് ഏത്? ഏത്? 1000 നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ. ഏത്? ആണത് പാടുന്നതന്നെ ഉള്ളതേ, കഥയൊന്നും അറിയത്തില്ല പലർക്കും. എന്തെല്ലാം പാട്ടുകളാണ് നമ്മൾ പലരും ബോധം കെട്ടങ്ങ് പാടുക, ഒരു കഥയും അറിയത്തില്ല. ഈ ഇടയ്ക്ക് എന്തെല്ലാം പാട്ടുകളാണ് പാടുന്നുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ, പിള്ളേർ വരെ ഇരുന്ന് പാടുന്നേക്കാം. ജീവിത പങ്കാളിയും എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. കല്യാണം എന്തുവാന്ന് പോലും അറിയാത്ത പിള്ളേർ വരാം, ജീവിത പങ്കാളി എൻ്റെ മക്കളൊന്നും. ബോധമൊന്നുമില്ല, ചുമ്മാ എന്തെങ്കിലും അങ്ങ് പാടുക. കണ്ടില്ലേ, പള്ളിക്കകത്ത് വന്ന് കയറിയിരുന്ന്, കാണുന്നില്ലേ കേൾക്കുന്നില്ലേ, എന്നെ നിനക്ക് വേണ്ടായോ കർത്താവേ, ഞാൻ കർത്താവളായോണ്ടോ പണമില്ലാത്തോണ്ടോ എന്നൊക്കെ തമ്പുരാൻ ഒരു സ്വസ്ഥതയും കൊടുക്കാതെ ചോദിച്ചിരുന്നിട്ട് കൊയറുകാരെഴുന്നേറ്റ് പാട്ട് പാടാൻ പറയുമ്പോൾ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. 100 ചോദ്യം ചോദിച്ചാൽ ചോദിക്കുന്നത് എന്തിനെന്ന് ചോദിക്കത്തില്ല. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എല്ലാം തമ്പുരാൻ അങ്ങ് കരുതിയിട്ടുണ്ട്, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ പാട്ട് തീർന്ന ഉടനെ 100 ചോദ്യം ദൈവം. ഇതുപോലെ ബോധം കേട്ടോ എത്ര പാട്ടുകളുണ്ടെന്നറിയാം. ഈ ഇടയ്ക്ക് ഒരിടത്ത് പാടുന്ന കേട്ടു, കരുതുന്നവൻ ഞാനല്ലയോ കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ, എൻ്റെ മഹത്വം കാണുക നീ. എന്നാ ബോധക്കേടൊക്കെയാ പാടുന്നതെന്നറിയാം. എടാ, പാട്ടുകാരനോട് ദൈവം ഇടപെട്ട് ആശ്വസിപ്പിച്ച് അവനോട് പറഞ്ഞ വാക്കാ കരുതുവൻ ഞാനവല്ലയോ കലങ്ങുന്നത് എന്തിനാ നീ എന്ന് പാട്ടുകാരനോട് ദൈവം ആശ്വസിപ്പിച്ചു. അത് അങ്ങേർക്ക് ആശ്വാസമായി, അങ്ങേരത് കുറിച്ചു വെച്ചു. ഇന്ന് ഞാനും നീയും അത് പാടുന്നെങ്കിൽ പാടേണ്ടത് തിരിച്ചാ. കരുതുന്നവൻ നീയല്ലയോ കലങ്ങുന്നതെന്തിനു ഞാൻ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല നീ എന്നെ, നിന്റെ മഹത്വം കാണുന്നു ഞാൻ, നിന്റെ കയ്യിൽ തരുന്നു എന്നെ, നിന്റെ ശക്തി നീ എന്നിൽ പകർന്നു എന്നും നടത്തണം ധരയിൽ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ അത്ഭുതം നീ ചെയ്യുകയില്ലയോ, ചെങ്കടലിലും വഴി തുറപ്പാൻ നീ എന്നും ശക്തനല്ലയോ. ദൈവത്തിന് ആ മഹത്വം കൊടുക്കണം, മനസ്സിലായോ? അല്ലാതെ കരുതുന്നു ഞാനല്ലയോ കലങ്ങുന്നു എന്തിനു നീ.
ഒക്കെ ആരാ പുള്ളികളെന്നറിയോ? വലിയ പുള്ളികളാണ്. കലം കണ്ട കാര്യമൊന്നും ഇല്ലെന്നാ പറയുന്നത്. മടങ്ങി വരാൻ പോട്ടെ, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകേണ്ട കാര്യം. ഇന്നലെ തന്നെ പലരും പല്ലും കടിച്ചൊക്കെ ഇരുന്നതാ, പിന്നെ നിവർത്തിയില്ലാത്തതുകൊണ്ട് അങ്ങ് കേട്ടെന്നുള്ളതേ ഉള്ളൂ. എനിക്കറിയാം, കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പിന്നെ എന്ത് ചെയ്യാനാ, പോട്ടെ. സംഗതി ഇതാണ്. അപ്പം മനുഷ്യൻ പാപം ചെയ്തു. ആദാമ്യ പാപത്തിന് അടിമകളായി മാനവജാതി പാപത്തിൽ വീണുപോയി. സൃഷ്ടാവിൽ നിന്ന് അവർ അകന്നു തുടങ്ങിയപ്പോൾ സ്നേഹവാനായ ദൈവം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 1000 നാവുകൾ അത് വർണ്ണിപ്പതിനെഴുതെന്ന് പറഞ്ഞാൽ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അപ്പൊ ദൈവത്തിന്റെ സ്നേഹമാ 1000 നാവ് കൊണ്ട് വർണ്ണിക്കാൻ ഒക്കത്തില്ലെന്ന് പാട്ടുകാരൻ പാടുന്നത്. അപ്പോൾ ആ ദൈവ സ്നേഹം മനുഷ്യനെ നശിപ്പിച്ചു കളഞ്ഞില്ല, അതിനു പകരം രക്ഷാമാർഗം മുന്നോട്ട് വെച്ചു. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ടേ, ഈ ദൈവത്തിന് വേറെ പണിയൊന്നുമില്ല, ചുമ്മാ പുറകെ നടക്കുക, മനുഷ്യൻ്റെ പുറകെ രക്ഷിക്കാൻ. ഇവിടെ എല്ലാത്തിനെയും അടിച്ച് കീറിക്കളഞ്ഞിട്ട് വേറെ വല്ല പണിയും നോക്കാനുള്ളത്. ഇതൊക്കെ ആരാ? പുള്ളികളല്ലേ. എന്നാൽ ദൈവം സ്നേഹവാനായ ദൈവമാണ്. ദൈവം എന്ത് രക്ഷാമാർഗം മുന്നോട്ട് വെച്ചു? നോഹയുടെ പെട്ടകമാ ഒന്നാമത്തെ രക്ഷാ പദ്ധതി. ഒരു പെട്ടകം ഉണ്ടാക്കിയേച്ച് നോഹയോട് തമ്പുരാൻ പറഞ്ഞു, നീതിപ്രസംഗിയായ നോഹ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് കൊണ്ടാണ് നോഹ പ്രസംഗിയാനായിരുന്നെന്ന് ബൈബിൾ പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. അല്ലാതെ ഉൽപ്പത്തി പ്രസംഗിച്ച ചരിത്രമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ചിലർ വാലും പൊക്കിക്കൊണ്ടുവരും. ഉൽപ്പത്തി പ്രസംഗിച്ച ചരിത്രമൊന്നുമില്ല, പക്ഷേ നീതിപ്രസംഗിയായ നോഹ എന്ന് എഴുതപ്പെട്ടത് കൊണ്ട് പ്രസംഗിക്കാത്തവനെ പ്രസംഗിയാണെന്ന് വിളിക്കാൻ ദൈവം മണ്ടനല്ലോ, നമ്മളൊക്കെ വിളിച്ചാൽ. അപ്പോൾ നോഹ പ്രസംഗിച്ചിരുന്നു, നീതി പ്രസംഗിച്ചിരുന്നു നോഹ. പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ഈ ലോകം ജലപ്രളയം കൊണ്ട് നശിക്കാൻ പോവാ. ഇപ്പം നാട്ടുകാരൊക്കെ എൻ്റെ ഒരു ചിന്തയാണ്, നാട്ടുകാർ ചോദിച്ചാണ്, ഇയാളെന്തുവാടേ വിവരക്കേട് പറയുന്നത്? ഈ ജലപ്രളയത്തിൽ ഇത് എങ്ങനെ നശിക്കും? കാരണം അന്ന് ഭൂമിയെ നനയ്ക്കുന്നത് എന്തുവാ? മഞ്ഞ് പൊങ്ങി, ഭൂമിയിൽ നിന്നും മഞ്ഞ് പൊങ്ങി ഇതിനെല്ലാം നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താ ഈ മഞ്ഞ് പൊങ്ങി എങ്ങനാണോ ഭൂമി ജലപ്രളയമാകുന്നത് ചോദിച്ചപ്പോൾ നോഹ പറഞ്ഞു, മഞ്ഞൊന്നും അല്ല വരാൻ പോകുന്നത്, മഴയാ. നിങ്ങൾ കേട്ടോണേ, മഴയെന്ന് പറയുന്ന സാധനം എന്താന്ന് പോലും അറിയാത്ത ജനത്തോടാ നോഹ പറയുന്നത് മഴ വരാൻ പോകുന്നത്. യോ, എല്ലാം തല തല്ലി ചിരിച്ചു കാണും. എൻ്റെ ചിന്തയാ, തല തല്ലി ചിരിച്ചു കാണും. എന്തുകൂടെ പറഞ്ഞു? മഴ എന്ത് വേടയും മഴ പോടും, വാട്ടത്തരം പറയാതെ അല്ലേ? അങ്ങ് കളിയാക്കി കാണും ആൾക്കാർ. കാരണം മഴ വരുമെന്ന്. എന്തുവാടോ ഈ മഴ? ജനം മഴ കണ്ടിട്ടില്ല. മഴയെന്ന് പറഞ്ഞ സാധനം എന്താന്ന് പോലും അറിയാത്ത കാലത്ത് പൊട്ടനെ പോലൊരു പ്രസംഗകൻ ഇറങ്ങി എന്ന് പറയുകയാണ്, ജനമേ മാനസാന്തരപ്പെടുവേൻ, ഈ സൃഷ്ടാവായ ദൈവം മനുഷ്യനെ നശിപ്പിക്കാൻ പോവുകയാ, രക്ഷാമാർഗം താണ്ട പെട്ടകം തുറന്നു വെച്ചേക്കുന്നു, ഓടിവാ എല്ലാവരും പെട്ടകത്തിൽ കേറ്. എല്ലാവരും കളിയാക്കി ചിരിച്ചു. അവന് തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ഇന്നും അങ്ങനെ നമ്മളൊക്കെ പൊട്ടന്മാരെ പോലെ കവലയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ വഴി പോകുന്നവരൊക്കെ വാപത്തി ചിരിച്ചിട്ട് പറയും, ഇമാർക്ക് വേറെ ജോലിയൊന്നുമില്ല, ഒരു നാണവും മാനമില്ല. ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, ഈ വെന്തിക്കോസുകാരെ എന്തായാലും സമ്മതിച്ചു കൊടുക്കണം, എന്താ ഒരു നാണവും മാനവും ഇല്ലാത്ത വകുപ്പാണ്. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? കവലയൊന്നില്ല, ബസ് സ്റ്റോപ്പൊന്നില്ല, മാർക്കറ്റൊന്നില്ല, എവിടാലും നിന്നുകൊണ്ടങ്ങ് ദൈവത്തെ സ്തുതിയും. അതിനൊക്കെ ഒരു പള്ളിക്കകത്തൊക്കെ കയറിയിരിക്കുക, ഇത് എവിടോ? അയ്യോ, നാണക്കേടുന്നു. ഞാൻ പറയടാ, വല്ല രാജ്യത്തും കിടന്ന് 10-12 എണ്ണം ഒരു പന്തിൻ്റെ പുറകെ കിടന്ന് ഓടി 2 പോസ്റ്റിനകത്തേക്ക് അടിച്ചു കയറ്റുമ്പോൾ ഒരു ബന്ധവും ഇല്ലാത്തവൻ ഇവിടെ കിടന്ന് ഗുണ്ടുപൊട്ടിക്കുക. ഇവന് 10 രൂപയുടെ ഗുണമില്ല, എന്നാലും പൊട്ടിക്കുക. വല്ല രാജ്യത്തും കിടന്ന് സച്ചിൻ ടെണ്ടുൽക്കർ ഒരു 6 അടിച്ചാൽ ഇവിടെ റോഡിൽ ഒരുത്തൻ 9 ഗുണ്ട് പൊട്ടിക്കുക. ഇവന് വല്ല ഗുണമുണ്ടോ? 10 രൂപയുടെ ഗുണമില്ല, എന്നിട്ടും അവൻ പൊട്ടിക്കുക. അങ്ങനെങ്കിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, ജീവനുള്ള ദൈവത്തെ അനുഭവിച്ചറിയുന്ന ദൈവമക്കള് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നിടത്ത് അവർ കൊട്ടിപ്പാടും, അവർ കൈയടിക്കും, അവർ പാട്ടുപാടും. കാരണം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർക്ക് മിണ്ടാതിരിക്കാനൊക്കത്തില്ല. മമ്മൂട്ടി വന്നാൽ കൈയടിക്കാം, മോഹൻലാൽ വന്നാൽ കൈവടിക്കാമെങ്കിൽ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നിടത്ത് ദൈവമക്കൾ കൈയടിക്കും, പാട്ടുപാടും. അത് അനുഭവിച്ചറിയുന്നവനെ മനസ്സിലാകത്തുള്ളൂ. മടങ്ങി വരാം. അപ്പോൾ നോഹ പ്രസംഗിച്ചപ്പോൾ പൊട്ടനെന്നും ചട്ടനെന്നും മണ്ടനെന്നും ഒക്കെ പറഞ്ഞ് ജനം അങ്ങ് കളിയാക്കി, അവനെ പുച്ഛിച്ചു തള്ളി. പക്ഷേ ഈ പുസ്തകത്തിലെ ദൈവം പറഞ്ഞതുപോലെ ഒരു ദിവസം മഴയങ്ങോട്ട് ആരംഭിച്ചു. നോക്കണേ, മഴയങ്ങ് ആരംഭിച്ചു. മഴ നല്ലപോലെ തകർത്തു പെയ്ത മഴ, 40 രാവും 40 പകലും അങ്ങോട്ട് പെയ്ത് നോക്കേ, വെള്ളം പൊങ്ങി ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ ന്യായവിധിയാകുന്ന ജലപ്രളയത്തിൽ അഴുകിപ്പോയപ്പോൾ തമ്പുരാന്റെ അരുളപ്പാട് അനുസരിക്കാൻ താല്പര്യമുള്ള വെറും 8 എണ്ണം, 10 2 ഒന്നും പറഞ്ഞ് ഇച്ചിരി കോളറൊക്കെ പിടിക്കായിരുന്നു. 10 ആയില്ല, ഒറ്റയക്കം വെറും 8. ഞാനത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് ചിലർ പറയുന്നൊരു ചോദ്യമുണ്ട്, യവന്മാരെയൊക്കെ പറച്ചിൽ കേട്ടാ തോന്നും അങ്ങ് കുഞ്ഞും കിടക്കുന്ന കുറേ എന്തിക്കോസുകാർ മാത്രമേ അങ്ങ് പോകത്തുള്ളൂ. സംശയം എന്താ അമ്മാമേ? ഒറ്റയക്കം 8. ഭൂരിപക്ഷം ഒന്നും വേണ്ടാന്ന് ദൈവത്തിന്. തമ്പുരാൻ പറഞ്ഞത് അനുസരിക്കാൻ മനസ്സുള്ള വെറും 8 എണ്ണവേ രക്ഷ പ്രാപിച്ചുള്ളെന്ന്.
അയ്യോ ബാക്കിയുള്ളവരെല്ലാം അങ്ങ് നശിപ്പിക്കും. സംശയം ഒന്നും വേണ്ട. നിനക്ക് മുമ്പിൽ രക്ഷാമാർഗം തുറന്നു വെച്ചേച്ച് അതിനകത്തോട്ട് വന്നു കയറാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ നിന്നെ നശിപ്പിക്കുകയല്ലാതെ വേറെ വകുപ്പൊന്നുമില്ല. നോക്ക്, രക്ഷാമാർഗം തുറന്നു വെച്ചു. 8 പേര് രക്ഷ പ്രാപിച്ചു. 8 പേര് ഭൂമിയിൽ വീണ്ടും അരാരത്ത് പർവ്വതത്തിൽ ഉറച്ച പെട്ടകത്തിനകത്ത് നിന്ന് പുറത്തിറങ്ങി. ഭൂമിയിൽ പിന്നെയും ജനം പെരുകി 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 തുടങ്ങി. തമ്പുരാന്റെ ഒരു ചിന്ത, ഈ ജനമെങ്കിലും ദൈവത്തിങ്കലേക്ക് മടങ്ങി വരുമെന്ന് ദൈവം പ്രതീക്ഷിച്ചു. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ച. എന്ത് ചെയ്തു? ജനം അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, ജനം ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി, പറവജാതി എന്നിവയുടെയൊക്കെ രൂപസാദൃശ്യമാക്കി മനുഷ്യനങ്ങ് മാറ്റിയിട്ട് സൃഷ്ടാവായ ദൈവത്തെ മറന്നിട്ട് അവൻ സൃഷ്ടിയെ ദൈവമാക്കാൻ തുടങ്ങി. വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനമാ. എന്നെ കേൾക്കുന്ന ബഹുമാന്യ ദേശം കേൾക്കണം. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തെ മനുഷ്യൻ മറന്നിട്ട് മനുഷ്യൻ ദൈവത്തെ സൃഷ്ടിക്കാൻ തുടങ്ങിയെന്ന് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മറന്നിട്ട് സൃഷ്ടിയെ അവൻ ദൈവമേ എന്ന് വിളിച്ചു. സൃഷ്ടിയെ ദൈവമെന്ന് വിളിച്ച് സൃഷ്ടാവിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ സംഹരിച്ച് നശിപ്പിച്ച് അടിച്ചെടുത്ത് ദൂരക്കളയാൻ തയ്യാറാകാതെ അവരെ വീണ്ടും സ്നേഹിക്കുന്ന സ്നേഹം. അതാ പാടുന്നത്, 1000 നാവുകളാൽ അത് വർണ്ണിപ്പതിനെഴുതോ എന്ന് പറഞ്ഞാൽ അവിടെയും നശിപ്പിച്ചില്ലെന്ന് ദൈവം അടുത്ത രക്ഷാപദ്ധതി മുന്നോട്ട് വെച്ചു. ദൈവത്തിന്റെ സ്നേഹം ഇതെപ്പോഴും പിറകെ നടക്കുമെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. ദൈവത്തിന്റെ സ്നേഹം നിന്റെ പിറകെ തേടി 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 വരുമ്പോൾ നീ ദൈവത്തെ കണ്ടുമുട്ടിയാൽ നിനക്ക് രക്ഷയാ. അത് കൈവിട്ട് കളഞ്ഞാൽ പിന്നെ നിനക്കൊരു രക്ഷയില്ലെന്ന് നീ അറിഞ്ഞോണം. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹം പിറകെ വന്നു. അടുത്ത രക്ഷാപദ്ധതി എന്താണ്? അടുത്ത രക്ഷാപദ്ധതി എന്നറിയാമോ? ദൈവം തൻ്റെ ജനത്തിന് പ്രമാണം കൊടുത്തു. ഉറക്കെ പറഞ്ഞ്, എന്ത് കൊടുത്തു? പ്രമാണം കൊടുത്തു. പക്ഷെ ജനം ആരാ? മോൻ. ജനം എന്ത് ചെയ്തു? പ്രമാണം കക്ഷത്തിൽ വെച്ചുകൊണ്ട് പിന്നെയും പാപം ചെയ്യാൻ തുടങ്ങിയെന്ന്. മനുഷ്യനല്ലയോ മോൻ? പിന്നെയും പാപം ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചില ക്രിസ്ത്യാനികളെ പോലെ. അതെന്താ ചില ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് എല്ലാവരും പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ചില ക്രിസ്ത്യാനികൾ അങ്ങനെ എങ്ങനെ ഈ പ്രമാണം കൈ വെച്ചുകൊണ്ടാ പാപം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ എന്തുവാ ഈ പ്രമാണം? അതാണ്ട് ഈ ഇലക്ട്രിക് ഉപകരണങ്ങളെല്ലാം വാങ്ങിയാൽ ഇതിൻ്റെ കൂടെ ചെറിയൊരു ബുക്ക്ലെറ്റ് കിട്ടും ഇല്ലയോ? കാറ്റലോഗ്, യൂസേഴ്സ് മാനുവൽ, ഉപയോഗിക്കേണ്ടുന്ന വിധം അല്ലേ? കമ്പനിക്കാരുടെ നിബന്ധനകളാണ്. ഇപ്പം ഇല്ലൊന്നും മേടിക്കണമെന്നൊന്നും ഇല്ല. ഇപ്പം മൊബൈൽ മേടിച്ചാലും വാച്ച് മേടിച്ചാലും എന്തിനാ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇപ്പം 10 രൂപയുടെ എലിവേഷൻ മേടിച്ചാൽ അതിനകത്തും ചുരുട്ടി വെച്ചിരിക്കുക ഒരു പേപ്പർ, ഉപയോഗിക്കേണ്ടുന്ന വിധം. കാരണം ഇത് എഴുതി വെച്ചില്ലെങ്കിൽ പിള്ളേർ വല്ലതും ബിസ്ക്കറ്റാന്നും പറഞ്ഞെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ കാറ്റ് പോകും. അതുകൊണ്ട് കമ്പനിക്കാർ എഴുതി വെച്ച നിബന്ധന അതിനകത്തും ചുരുട്ടി വെച്ചിരിക്കുക. ഇതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ച ഉടയവൻ, നിർമ്മാതാവ്, അവൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്ന് വ്യക്തമായി എഴുതപ്പെട്ട പ്രമാണം മനുഷ്യന് കൊടുത്തന്നേ. പക്ഷേ മനുഷ്യൻ എന്ത് ചെയ്തു? ഞാനൊരു കഥ പറയാം. ഒരിക്കൽ മറിയാമ്മ ഒരു ഫ്രിഡ്ജ് മേടിച്ചു. എന്ത് മേടിച്ചു? ഫ്രിഡ്ജ് മേടിച്ചു. മറിയാമ്മയ്ക്കും കിട്ടി ഒരു ചെറിയ പുസ്തകം, യൂസേഴ്സ് മാനുവൽ. മറിയാമ്മ ഈ പുസ്തകം കൊണ്ട് എവിടെ വെച്ചെന്നറിയാമോ? ഫ്രിഡ്ജിന്റെ മോളിൽ കൊണ്ടുവച്ചു. എന്നിട്ട് ഒരു കമ്പിളി തുണി എടുത്ത് അതിന്റെ പുറത്തുകൂടെ അങ്ങ് തിരിച്ചു. ഇപ്പം പുസ്തകം എവിടെ ഇരിക്കുക? ഫ്രിഡ്ജിന്റെ അടിയിലോ? ഫ്രിഡ്ജിന്റെ മോളിൽ കമ്പിളി തുണിയുടെ അടിയിൽ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഫ്രീസറിനകത്ത് ഐസ് കട്ട പിടിച്ചങ്ങ് നിറഞ്ഞു. പുതിയ ഫ്രിഡ്ജല്ലയോ? ഇത് കണ്ട മറിയാമ്മ എന്ത് ചെയ്തു? നല്ല മോനെയുള്ള ഒരു കമ്പിപ്പാര എടുത്തുകൊണ്ട് കുത്താനിറങ്ങി. ഏത്? ഈ ഫ്രീസറിനകത്ത് ഐസ് കുത്തി ഇളക്കാൻ. ഇത് കണ്ടുകൊണ്ട് കമ്പ്യൂട്ടർ കൊച്ചുമോൻ അവിടെ നിൽക്കുക. അയ്യോ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മാമേ എന്നാ പരിപാടിയാ? എടാ ഈ ഐസ് കട്ട കുത്തി ഇളക്കണ്ടായോ? പുതിയ ഫ്രിഡ്ജല്ലയോ? എൻ്റെ അമ്മാമേ ഒരു ബുദ്ധി വേണ്ടേ? എന്താടാ? ആ പുസ്തകം, കമ്പനിക്കാർ തന്ന പുസ്തകം എന്ത് ചെയ്യും? അത് ഫ്രിഡ്ജിന്റെ മേളിൽ ഇരിപ്പുണ്ട്. അതെടുത്ത് അങ്ങോട്ട് വായിക്കണം വല്ലപ്പോഴും. എന്താടാ? അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഫ്രീസറിനകത്ത് ഗ്യാസ് നിറച്ച ചെറിയ കുഴലുകൾ പോകുന്നുണ്ട്. അതുകൊണ്ടാ ഇതെന്ത് ചെയ്യുന്നത്? തണുക്കുന്നത്. അമ്മാമ്മ മുനയുള്ള കമ്പിപ്പാരയും കൊണ്ട് അങ്ങോട്ട് കുത്തിയാൽ ഈ കുഴലിന് ഹോള് വീഴും, ഗ്യാസ് ലീക്കാവും, പിന്നെ അത് വർക്ക് ചെയ്യത്തില്ലെന്ന് ഈ വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ച പ്രമാണം എവിടെ ഇരിക്കുക? ഫ്രിഡ്ജിന്റെ മുകളിൽ. ഉടനെ മറിയാമ്മ പറഞ്ഞ വാക്ക് കേൾക്കണം.
പിന്നെ പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം എഴുതി വെക്കും. ഞാൻ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കുത്തല്ല, ഞങ്ങളുടെ വല്യപ്പച്ചന്മാരുടെ കാലം തൊട്ട് ഈ കുത്താ കുത്തുന്നത്. ഇങ്ങനെ കുത്തു കുത്തു കുത്തു. ഇതുപോലെ ചില ക്രിസ്ത്യാനി അവരുടെ വീട്ടിലും പ്രമാണം ഇരിപ്പുണ്ട്. എവിടെ? ഫ്രിഡ്ജിന്റെ മുകളിലല്ല, ഷോക്കേഴ്സിനകത്ത്. കറണ്ട് ചാർജിന്റെ കോപ്പിയും കരവടച്ചതിന്റെ രസീതും തുണ്ടുപേപ്പറും തൊഴിലുറപ്പിന്റെ ചീട്ടും നോട്ടീസും എല്ലാം കൊണ്ടുവച്ച് ചെമ്പരത്തിപ്പൂവും പറിച്ചിട്ട് ചന്ദനത്തിരിയും കത്തിച്ച് പുകച്ച് പുസ്തകം എടുത്ത് ഷോക്കേഴ്സിൽ വെച്ചേച്ച് റോഡിൽ കൂടെ ഓലമടലും പിടിച്ചോണ്ടാ നടപ്പ്. അപ്പോഴാ നമ്മളെ പോലുള്ളവരങ്ങോട്ട് ചെന്നിട്ട് അയ്യോ പുസ്തകം എടുത്ത് വായിക്കും, ഇങ്ങനൊന്നും ചെയ്യാൻ പ്രമാണമില്ല അമ്മാമ്മ എന്തോ കാണിക്കുന്നത്. പിന്നെ പുസ്തകത്തിൽ അങ്ങനെ എന്തെല്ലാം പറയും. ഞങ്ങളിത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കുത്തല്ല, ഞങ്ങളുടെ വല്യപ്പൂപ്പുച്ചൻ്റെ കാലം തൊട്ട് ഈ കുത്ത കുത്ത് കുത്ത്. കാഹളം ധ്വനിക്കുമ്പോഴും കുത്തിയിരുന്നോണം ഇവിടെ. കേൾക്കുന്നുണ്ടോ? അപ്പച്ചന്മാര് പഠിപ്പിച്ച മതിയെന്നേ, പുസ്തകം വേണ്ടാന്ന്. അവിടെ ഇരിക്കട്ടെ. ഇതുപോലെയാ ആമേൻ ജനം പ്രമാണം കൈവച്ചുകൊണ്ട് അവർ ദൈവത്തോട് മറുതലിച്ചു. അവർ ദൈവത്തോട് പാപം ചെയ്യുവാൻ തുടങ്ങി. സ്നേഹവാനായ ദൈവം അവരെ നശിപ്പിച്ചില്ല. സ്നേഹവാനായ ദൈവം പിന്നെയും ദൈവത്തിന്റെ സ്നേഹം നോക്കണേ. ആമേൻ രക്ഷാപദ്ധതി അടുത്തത് മുന്നോട്ട് വെച്ചു. എന്താ? ദൈവം ഈ ജനത്തെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവം ഉപയോഗിച്ച അടുത്ത രക്ഷാ പദ്ധതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വകുപ്പാ പറയാൻ പോകുന്നത്. എന്തെന്നറിയാമോ? പ്രവാചകന്മാരെ അയച്ചു. എല്ലാവർക്കും സന്തോഷമായി. പ്രവാചകന്മാർ മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തുവാൻ, ദൈവത്തിന്റെ നാവായി നിന്നുകൊണ്ട് അരുളപ്പാടറിയിപ്പാൻ ദൈവം പ്രവാചകന്മാരെ രംഗത്തിറക്കി. ആരാ പ്രവാചകൻ? യെശയ്യാവ്, യിരെമ്യാവ്, എസ്കേൽ, ദാനിയേൽ, ഓശേ, യോവേൽ പ്രവാചകന്മാരങ്ങനെ രംഗത്തിറങ്ങി. അവർ ദൈവത്തിന്റെ നാവായി നിന്നുകൊണ്ട് ജനത്തോട് പ്രവചിക്കാൻ തുടങ്ങി. എന്താ പ്രവചിച്ചത്? 4 മാസമായി കാലുകളുടെ മുട്ടുകൾക്ക് വേദനയിട്ടുകൊണ്ട് അടുക്കള ജോലി പോലും ചെയ്യിക്കത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന ഒരു അന്ധകാര മണ്ഡല ബന്ധനം ആണോ? പോടോ കുറെ പ്രവാചകന്മാരിറങ്ങിയേക്ക്. ആമേൻ. നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്, കൊട്ടൻ ചുക്കാതെ വിൽക്കാൻ പോകേണ്ടവനൊക്കെ ഇപ്പം സ്റ്റേജേ കിടന്നാ കളി. പ്രവചനമൊന്നും പറഞ്ഞ് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. തൈലക്കച്ചവടക്കാർ അമ്മാമ്മ ഇങ്ങോട്ട് കയറി വന്നേ, ഒന്ന് കുനിഞ്ഞ് നിവർന്ന്, നടുവേദന പോയി പോയി കരമടിച്ച് സുഖിച്ചേ. കുറെ എണ്ണ അങ്ങ് ഇറങ്ങിയേക്കുക. നടുവേദന സ്പെഷ്യലിസ്റ്റ്. ഇപ്പൊ ചിലർ മുഴ തപ്പി നടക്കുന്ന ഒരു കൂട്ടരെ. അമ്മ ഇവിടെ ഒരു മുഴയില്ലായിരുന്നു, ഇവിടെ അമ്മ ഇപ്പൊ തപ്പി നോക്കി അവിടെ ഇല്ല, ഇപ്പം ഇല്ല. ആ വീട്ടിൽ ചെന്നപ്പം അവിടെ ഭർത്താവ് വന്നാ അറിഞ്ഞ അവർക്ക് അവിടെ ഒരു മുഴയുണ്ടായിരുന്നു. ഭർത്താവ് ചോദിച്ചു, എടി നിനക്കിവിടെ മുഴയുള്ള കാര്യം ഞാൻ ഇതുവരെ അറിഞ്ഞില്ലല്ലോടി, അത് എന്ന് വന്നിട്ട് ആ മുഴ? എൻ്റെ പൊന്നച്ചായ, ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ചോദിക്കുമ്പം അങ്ങേരെ നാണം കെടുത്തണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് സമ്മതിച്ചതാണ്. ചിരിക്കൊന്നും വേണ്ട, നിങ്ങളൊക്കെ തന്നെ ഈ വകുപ്പെല്ലാം വളർത്തുന്നത്. കുറേ എണ്ണം വീട്ടിൽ നിന്ന് വീഴാൻ വേണ്ടി മെനക്കെട്ടിഞ്ഞ് വരും. എങ്ങനെ? ആരും മിണ്ടുന്നില്ലല്ലോ. എടോ, ഈ കൊച്ചു കേരളത്തിൽ 2 കൂട്ടം വകുപ്പിനെ കൊണ്ട് ഇപ്പോൾ അങ്ങ് നിറഞ്ഞു കിടക്കുക. ഫ്ലക്സയിലും ബാനറയിലും എല്ലാം സാമ്പത്തിക വിടുതലുകാരും സൗഖ്യദായകന്മാരും. സാമ്പത്തിക വിടുതൽ ഇൻസ്റ്റന്റ് ആട്ടങ്ങ് വിടുതൽ നടത്തുമെന്നാ പറയുന്നത്. സാമ്പത്തിക വിടുതലുകാരോ ആ മാണിസാറിനെ ഒന്ന് പോയി കാണും, കേരളത്തിന്റെ കടം കുറച്ച് കുറയട്ടെ. സാമ്പത്തിക വിടുതലുകാർ ഇൻസ്റ്റന്റ് ആട്ടങ്ങ് ഇറങ്ങിയേക്കുക. ചിലരിപ്പോൾ ടി വിക്കകത്തൂടാ വകുപ്പ്. നിങ്ങളുടെ പേഴ്സയിലും ബാഗയിലും എല്ലാം കൈവച്ചോ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പം മാറാൻ പോവാ. കുറേ പെണ്ണുങ്ങൾ കീറിക്കളഞ്ഞ പേഴ്സും കൂടെ എടുത്ത് മേശപ്പുറത്ത് കൊണ്ട് വെച്ച് അങ്ങോട്ട് കൈവച്ചിട്ട് എല്ലാം മാറി, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം മാറിയിരിക്കുക കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഉമാര് പറയുന്നൊരു ഡയലോഗുണ്ട്, അത് കേൾക്കാറുണ്ടോ പ്രിയമുള്ളവരെ? അടുത്ത ആഴ്ച ഞങ്ങളുടെ പ്രോഗ്രാം നടത്താൻ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന അക്കൗണ്ടിലോട്ട് അയക്കുക. അത് യവമാര് പേഴ്സയിലും ബാഗയിലും കൈവച്ചാൽ പണം വരത്തില്ലേ? എന്താ വേണ്ടാത്ത? എടോ, എൻ്റെ ദൈവത്തെ കുറച്ച് കാണരുത്. കേൾക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നവൻ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവർത്തികൾ നടക്കും. അത് ഇന്നും സംഭവിക്കും, ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. നോർത്ത് ഇന്ത്യയുടെ വിദേശത്തിൻ്റെ ഒക്കെ മണ്ണിൽ മരിച്ചവർ പോലും പെട്ടിയെന്ന് ഉയർത്തെഴുന്നേക്കുന്ന ശുശ്രൂഷ ഇന്നും ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. അത് ദൈവത്താൽ നടക്കുന്ന ശുശ്രൂഷയാണ്. അതിൻ്റെ കൊട പിടിച്ചുകൊണ്ട് കുറേ എണ്ണം കച്ചവടക്കാരിറങ്ങിയിട്ടുണ്ട്. ആവനന്മാരെ തിരിച്ചറിയണമെന്നാണ് പറഞ്ഞത്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തെ കുറച്ച് കാണരുത്. ഒരിക്കൽ ഒരാൾ പറയാം, നിങ്ങളുടെ ദൈവത്തിന് നടുവേദന മാറ്റാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ. കാര്യം മുടന്തി വന്ന ഒരുത്തന്നെ സ്റ്റേജിൽ കയറ്റി, പിന്നെയും അവൻ ഇറങ്ങി വന്നപ്പം വീണ്ടും ചട്ടുകാലേ തന്നെ പോയി. ചുമ്മാ ദൈവത്തെ കളിയാക്കുന്ന വകുപ്പും കൊണ്ട് നടക്കരുത്.
കുറേ എണ്ണം ഇറങ്ങിയൊക്കെ. ഇടയ്ക്ക് ഒരാൾ മരിച്ചവരെ ഉയർപ്പിച്ചെന്നൊക്കെ പറഞ്ഞെന്തോ മേളമായിരുന്നു അറിയും. ഒരു കൊച്ചിനെ എടുത്തു. ആമേ, എല്ലാം കച്ചവടക്കാരവനല്ല. ബാക്കി ഞാൻ നേരിട്ട് കൊടുത്തോളാം, സ്ഥലം വരുന്നുണ്ട്. അപ്പൊ സംഗതി ഇങ്ങനെയാ. അപ്പൊ ഇതുപോലുള്ള നടുവേദനയും പല്ലുവേദനയും ഉളുക്കും വിരിപ്പും ചക്കും ചുക്കും ഒന്നും പ്രവചിക്കുന്ന പ്രവാചകൻ പുസ്തകത്തിലില്ല. ഉണ്ടെന്ന് തെളിയിക്കാൻ തൻ്റെ ഇടമുള്ള ദൈവദാസന്മാർ പുസ്തകവുമായിട്ട് വാ, ഷമീർ തിരുത്താൻ തയ്യാറാണ്. പുസ്തകത്തെ എന്ന് തെളിയിക്കണം. കാരണം ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാനം വിശുദ്ധ വേദപുസ്തകമാണ്. മനസ്സിലാക്കുന്നുണ്ടോ? പുസ്തകത്തിൽ പ്രവാചകനില്ലേ? ഉണ്ട്. പ്രവചനമില്ലേ? ഉണ്ട്. അത് അന്നുകൊണ്ട് ഇന്നുകൊണ്ട് കാഹളം ധ്വനിക്കുന്നവരെയുണ്ട്. വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട എല്ലാ കൃപാവര ശുശ്രൂഷകളും കർത്താവിൻ്റെ 2ാം വരവ് വരെയും സ്വർഗം ചെയ്തെടുക്കാൻ മതിയായവനാണ്. അതിലൊന്നും ഇവിടെ ആർക്കും തർക്കമൊന്നുമില്ലെന്ന്. 100 കണക്കിന് സൗഖ്യത്തിൻ്റെ സാക്ഷ്യം ഈ പന്തലിനകത്ത് ഇരിപ്പുണ്ട്. ഇതൊന്നും ഇല്ലെന്നല്ല ഇവിടെ ആരും പറഞ്ഞത്. ഇന്ന് ഇതൊക്കെ മുതലെടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന കച്ചവടക്കാരെ തിരിച്ചറിയണം. ദൈവവചനം വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയെന്ന് വാക്യം കിടക്കുക. ദൈവവചനം സ്റ്റേജിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പുറപ്പെടുന്ന വചനം നിങ്ങളിൽ എത്ര പേരെ സൗഖ്യമാക്കിയെന്നും നിങ്ങളുടെ എത്ര പേരുടെ ശരീരത്തിൽ നിന്ന് രോഗാത്മാവ് പുറപ്പെട്ടു പോയെന്നും നിങ്ങൾക്ക് കണ്ണിന് കാണാൻ നോക്കൂ. കണ്ണിന് കാണാൻ നോക്കൂ. ഒക്കത്തില്ല. അതാ വിശ്വസിക്കയാൽ സംഭവിക്കുമെന്ന് പറയും. ഒരു പൊട്ടനെ പോലെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവൻ്റെ ജീവിതത്തിൽ അത് അത്ഭുത വിടുതലായിട്ട് സംഭവിക്കും. അല്ലാതെ കണ്ണിന് കാണുന്നതേ ഒക്കത്തോളെന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. കണ്ണിന് കാണത്തക്കവണ്ണം ഒരുത്തനെ ഇങ്ങോട്ട് വന്ന് അമ്മി ആട്ടുന്ന പോലെ ആട്ടി 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 പുറകോട്ട് തള്ളിയിട്ട് ഓരോന്നിൻ്റെയൊക്കെ നടുവേദനയാ പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് മുന്നിൽ വന്നത് പെണ്ണും പിള്ളെ തള്ളിയിട്ട് തലവേദനയും കൂടെ ഉണ്ടാക്കി വെച്ചാൽ എന്തോ ചെയ്യാൻ? അപ്പം ഇതൊക്കെ മാറണം. ജനം സത്യസുവിശേഷത്തിലേക്ക് മടങ്ങി വരണം കേട്ടോ. മടങ്ങി വരണം. പ്രവാചകന്മാരെ ദൈവം അയച്ചു. എന്തിനാ? ഈ ജനത്തിന്, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, ജനത്തിന് ഇക്കിളിപ്പെടുത്തുന്ന ദൂത് പറഞ്ഞ് അവൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 500 എൻ്റെ പോക്കറ്റിൽ വരുത്തുന്നവനല്ല പ്രവാചകൻ. മറിച്ച് നിന്റെ അകൃത്യങ്ങളെ വിളിച്ചു പറഞ്ഞ്, നിന്റെ ബലഹീനതകളെ വിളിച്ചു പറഞ്ഞ്, നിന്റെ പാപത്തെ വിരൽ ചൂണ്ടി നിനക്ക് ബോധ്യം വരുത്തി നിന്നെ ദൈവത്തിങ്കലേക്ക് മടക്കി വരുത്തുവാൻ ദൈവത്താൽ അയക്കപ്പെട്ടവൻ്റെ പേരാണ് പ്രവാചകൻ. അതിന് നിങ്ങൾക്ക് ഞാൻ പുസ്തകത്തിൽ നിന്ന് തെളിവ് തരാം. വായിക്കച്ച ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 23:16. ഇരമ്യാവ് 23:16 മൈക്കിൽ കൂടെ വായിച്ച്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. ഈയോടാ കേൾക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടമ്മാമേ, ഇതൊക്കെ വായിക്കണം വല്ലപ്പോഴും കേട്ടോ. കേൾക്കരുത്. എന്താ കേൾക്കരുതെന്ന് പറയാൻ കാരണം? അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല സ്വന്തം ഹൃദയത്തിലെ ദർശനം അത്രേ അവർ പ്രവചിക്കുന്നത്. അതുകൊണ്ടാ ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, എൻ്റെ ആത്മാവ് പറയുന്നു. സത്യവാ, പുള്ളിയുടെ ആത്മാവാ, തർക്കമൊന്നുമില്ല. സ്വന്തം ഹൃദയത്തിലെ ദർശനം അത്രേ അവർ പ്രവചിക്കുന്നത്. ഈ ഇടയ്ക്ക് ഒരു കോട്ടേജ് മീറ്റിങ്ങിൽ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയ പയ്യനാ. അപ്പോൾ അവനിങ്ങനെ ഇറങ്ങിയുള്ളൂ. അപ്പോൾ ഒരു ശുശ്രൂഷ അങ്ങോട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇവനങ്ങ് പ്രവാചകം കളിക്കുക. അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. അപ്പം ഇറങ്ങിയ ചൂടിൽ അങ്ങോട്ട് അപ്പൻ്റെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകനെ പപ്പായി. കാര്യം ഈ സ്ഥിരം ശൈലിയാ, എൻ്റെ മകനെ. അപ്പോഴാ ഓർത്ത് അപ്പനാ പപ്പായി, എൻ്റെ ആത്മാവ് നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പൊ ഇതുകൊണ്ട് യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല സ്വന്തം ഹൃദയത്തിലെ ദർശനം അത്രേ അവർ പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, പാസ്റ്ററേ ഞങ്ങളൊക്കെ സാധാരണക്കാരായ വിശ്വാസികളാണ്, ഇത് ദൈവം പറഞ്ഞതാണോ ഇങ്ങേര് പറയുന്നതാണോ? ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ അറിയുന്നത്? അറിയാനുള്ള വഴി പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കാത്തോണ്ടാ പ്രശ്നം. എങ്ങനെ അറിയാം? ഇതാണ്ട തെളിവ്. അടുത്ത വാക്യം. എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും എന്ന് യഹോവ അരുളി ചെയ്തിരിക്കുന്നുവെന്ന് പറയുന്നു. നിൽക്കട്ടെ. ഒന്ന് തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ വഴി, എന്നെ നിരസിക്കുന്നവരോട്. എന്നെ എന്ന് പറഞ്ഞ ആരെ? ദൈവത്തെ നിരസിക്കുന്നവരോട് ഈ പ്രവാചകന്മാരെന്തു പറയും? സമാധാനം മാനിക്കാൻ പോവാ, ഒരു കുഴപ്പമില്ല. ദൈവത്തിനെതിരായി, ദൈവത്തെ അനുസരിക്കാതെ സഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കി അടിയുണ്ടാക്കി ഒക്കെ നടക്കുന്നവന്മാരെല്ലാം അപ്പം വന്നിട്ട് പറയുന്നത് എന്തോന്നറിയാമോ? അച്ഛാ ദൈവം മാനിക്കാൻ പോവാ. മനസ്സിലാവുന്നുണ്ടോ? 2 അടുത്ത വാക്യം. തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല എന്ന് പറയുന്നു. തങ്ങളുടെ ഹൃദയത്തിലെ സ്വന്തം ശാഠ്യപ്രകാരം ആരാധനയ്ക്ക് വരാതെയും ദൈവകാര്യത്തിന് ഇടപെടാതെയും ഉപവാസത്തിനിരിക്കാതെയും പ്രാർത്ഥനയ്ക്കിരിക്കാതെയും 3 ആഴ്ച തിരുമേശ പോലും തൊടാതെയും മാറിയിരുന്ന് സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്നവൻ്റെയൊക്കെ തല കൈവച്ചു ഇവർ പറയും എന്തുവാ? എല്ലാ ദോഷവും ബന്ധനം വഴിയോ
നോക്കെ, ഇതൊക്കെ പറഞ്ഞ് ഇവരെ സന്തോഷിപ്പിക്കുകയാ ഇപ്പോഴത്തെ പ്രവാചകന്മാര്. ഇതൊക്കെ എന്തേ നിങ്ങൾ തിരിച്ചറിയാതെ പോയി? പണ്ടൊക്കെ അപ്പച്ചന്മാരുടെ കാലത്തുണ്ടല്ലോ. അപ്പം നമ്മൾ, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലേലും. നമ്മളൊക്കെ പലപ്പോഴും ആത്മാവില്ലെന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു കൂട്ടരുണ്ട്, ബ്രദറുകാര് അല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന വകുപ്പൊന്നും എന്താ അവിടെ പോയി കളിക്കാത്തത്? എന്താ? ആ വചനം അറിയാം. വചനം വിട്ടൊരു വാക്ക് പറഞ്ഞാൽ ഇരിയടാ അവിടെ എന്ന് പറയാൻ അതിനകത്ത് ആളുണ്ട്. ഇതിനകത്ത് അടിച്ചു പെരുപ്പിക്കാനാ കൂടുതലും ആൾക്കാർ. കാരണം പിതാക്കന്മാരുടെ കാലത്ത് ദൈവസഭയ്ക്കകത്ത് ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ബൈബിൾ ക്ലാസ്. ഇന്നിപ്പോൾ എവിടാ ബൈബിൾ ക്ലാസ്? അതിനിപ്പോൾ പാസ്റ്റർമാരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇപ്പം ബൈബിൾ ക്ലാസ് എന്ന് വെച്ചാലൊന്നും ഇപ്പം ആരും, എല്ലാം പയറാ, പയറ് 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 പയർ. അതിന് പാസ്റ്റർമാരെ പറയാൻ ഒക്കത്തില്ല. കാരണം ഇപ്പം പാസ്റ്റർമാർക്ക് വലിയ റോളൊന്നും സഭയിൽ, എന്തുവാ റോള്? സഭയ്ക്കകത്ത് പാസ്റ്റർമാരൊന്നും അല്ല ഇപ്പം കാര്യങ്ങൾ തീരുമാനിക്കുന്ന, എല്ലാം കമ്മിറ്റിയാണ്. ഗുണപ്പെടാത്തവന്മാർ കുറേ എണ്ണം കയറി ഇരിപ്പുണ്ട് കമ്മിറ്റി എന്നും പറഞ്ഞു. ദൈവദാസന്മാരെ ഇട്ട് കണ്ണുനീര് ഉടുപ്പിക്കുക ഇവനൊക്കെ. അയ്യോ, ഒരു ഗുണവും ഇല്ലാത്തവനെല്ലാം കയറി, ജഡീകന്മാരെല്ലാം കൂടെ കയറി കമ്മിറ്റി ഉണ്ടാക്കി പാവപ്പെട്ട അഭിഷിക്തന്മാരെ ഇട്ട് കരയിക്കുക. മനസ്സിലാക്കുന്നുണ്ടോ? അനേക ദൈവദാസന്മാരുടെ കണ്ണുനീര് കുളിപ്പിറ്റി വീണുകൊണ്ടിരിക്കുക. ഒരു കാര്യം നീ അറിഞ്ഞോണം, കമ്മിറ്റി ഭരിക്കുന്ന ഒരു സഭ പുസ്തകത്തിലില്ല. പുസ്തകത്തിൽ സഭയുടെ തീരുമാനം എടുക്കേണ്ടത് സഭയുടെ ശുശ്രൂഷകൻ. മനസ്സിലായോ? ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കുന്ന സഭയാ ദൈവസഭയ്ക്കകത്തുള്ളത്. അല്ലാതെ കമ്മിറ്റി ഭരിക്കുന്ന ഒരു സഭയൊന്നും പുസ്തകത്തിൽ ഞാൻ കണ്ടിച്ചില്ല. മനസ്സിലായിക്കോണം. അതുകൊണ്ട് ദൈവദാസന്മാർക്ക് കീഴടങ്ങിയിരുന്നോണം ദൈവസഭ. ദൈവദാസന്റെ വാക്കിന് ദൈവസഭ കീഴടങ്ങി, അതാ ദൈവസഭ. കുറേ ജഡീകന്മാർ കയറി, പാസ്റ്റർമാർ എന്ത് ചെയ്യാനാ പാസ്റ്ററെ, ഞങ്ങളങ്ങ് സഹിക്കുക. കൊച്ചുങ്ങളെ കൊണ്ട് കെട്ടിപ്പറക്കി നടക്കുന്ന കാര്യം ഓർക്കുമ്പോൾ അങ്ങ് സഹിക്കുക. കാര്യം വല്ലതും പറഞ്ഞു പോയാൽ ഉടനെ സ്ഥലം മാറ്റും. ഇവരാ ഭരിക്കുന്നത്. തൊഴിലുറപ്പിനും പോകേണ്ടവനൊക്കെ ദൈവസഭ ഭരിക്കാൻ കയറിയിരിക്കുക. അവിടെ ശ്രദ്ധിച്ചോണം, സഭയുടെ തീരുമാനം ദൈവദാസന്മാരാണ് എടുക്കേണ്ടത്. അതിൻ്റെ പേരിൽ തിണ്ണയിൽ ഇറക്കേണ്ടി വന്നാൽ, പിള്ളേരെ കൊണ്ട് റോഡിൽ ഇറക്കേണ്ടി വന്നാൽ അതിനും തയ്യാറായിരിക്കണം ദൈവദാസന്മാർ. ഉപദേശത്തിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ അന്തസ്സോടെ പുസ്തകം എടുത്തിറങ്ങണം. അബ്രഹാമിനെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്നും പറഞ്ഞ് പുറപ്പെടുവിച്ചിട്ട് തെരുവിൽ കിടത്താത്ത ദൈവമാണ് എൻ്റെ ദൈവമെങ്കിൽ ആ ദൈവം എത്തിക്കേണ്ടിടത്ത് എത്തിക്കും, ചെയ്യിക്കേണ്ടത് ചെയ്യിക്കും. അത് ദൈവത്തിൻ്റെ നീതിയാണ്. അമേരിക്ക വെച്ച് ഞാൻ കേട്ടൊരു കഥയുണ്ട്. ഒരു പാവപ്പെട്ടവനെങ്ങാണ്ട് പിന്നെ ഒരു മുഷിഞ്ഞ വസ്ത്രവും ധരിച്ച് ഏതാണ്ട് സഭയിൽ വന്നിരുന്നു. പിന്നെ കമ്മിറ്റിക്കാരെല്ലാം കൂടെ എന്ന് വെച്ച് പറഞ്ഞു, ഞങ്ങളുടെ സഭയിൽ ഒരു സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടൊന്നും ഞങ്ങളുടെ ചർച്ചയിൽ വരരുത്, ഞങ്ങളിവിടെ യോഗ്യന്മാരൊക്കെ കൂടുന്ന സഭയാണ്, അതുകൊണ്ട് ഇവിടെ ഒന്ന് അടുത്ത ആഴ്ച, പിറ്റേ ആഴ്ച പാവപ്പെട്ടവൻ ഇത് തന്നെ ധരിച്ചുകൊണ്ട് വന്നു. ഉടനെ ഇവർ വന്നിട്ട് പറഞ്ഞു, താങ്കളോട് പറഞ്ഞല്ലോ ഞങ്ങളുടെ സഭയ്ക്കൊരു ഡ്രസ് കോഡുണ്ട്, ആ ഡ്രസ് കോഡ് അനുസരിച്ച് വരുന്നവരാ ഇവിടെ മാന്യന്മാരായിട്ടിരുന്ന് ആരാധിക്കുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള നീ പാവപ്പെട്ടവൻ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ എന്നെ ഒന്നും പറയല്ലേ, ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ആ സഭയുടെ ഡ്രസ് കോഡ് എന്തുവാന്നൊന്ന് പറഞ്ഞു തരാം. കർത്താവ് പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞെ എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ ആ പള്ളിയിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞു. ഇതുപോലെ പല സഭയിലൊന്നും കർത്താവൊന്നും ഇല്ലെന്ന്. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ചില ഉപദേശിമാർ പറയാറുണ്ട്, നിന്റെ ഹൃദയവാതിൽ കർത്താവ്. ഹൃദയവാതിലൊന്നുമല്ല, സഭയുടെ വാതിലാണ് എഴുതിയേക്കുന്നത്. കർത്താവ് സഭയ്ക്ക് പുറത്ത് നിന്ന് മുട്ടുക. നീ മാനസാന്തരപ്പെട്ട് വാതിൽ തുറന്നാൽ ഞാൻ സഭയ്ക്കകത്ത് വരാമെന്ന. അതാ മർമ്മം. സഭയ്ക്ക് എഴുതിയ ദൂതാത്, അല്ലാതെ നിന്റെ ഹൃദയവാതൊന്നുമല്ല. അതുകൊണ്ട് പല സഭയിലും കർത്താവിനെ ചവിട്ടി പുറത്താക്കി വെച്ച് കമ്മിറ്റിക്കാരിന്ന് ഭരണം നടത്തുക. മര്യാദയ്ക്ക് കർത്താവിൻ്റെ സന്നിധി മാനസാന്തരപ്പെട്ട് ദൈവ സാന്നിധ്യം അകത്ത് കയറ്റിയിട്ട് കമ്മിറ്റിക്കാർ മാനസാന്തരപ്പെട്ട് മിണ്ടാതിരുന്നോണം. കേൾക്കുന്നുണ്ടോ? കുറേ കമ്മിറ്റികൾ കയറി മൂക്കിൻ്റെ പാലുമൊക്കെ ഇടിച്ചു പൊട്ടിച്ച് നടക്കുക. മടങ്ങി വരാം. അപ്പം സംഗതി ഇതാണ്, പ്രവാചകന്മാരെ അയച്ചത് നിനക്ക് ഇക്കിളിപ്പെടുത്തുന്ന ദൂത് പറയാനൊന്നുമല്ല. പിന്നെ ഇനി നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ ഇനിയിപ്പോൾ ദൈവം അയച്ചതാണെന്ന് ഞങ്ങളെങ്ങനെ അറിയും? അതിനും തെളിവുണ്ട് പുസ്തകത്തിൽ. 22-ാം വാക്യം വായിക്കാം. അവർ എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച്. ഒന്ന് കേട്ടോ, വൃത്തിയായി കേട്ടോ. അവർ അഥവാ പ്രവാചകന്മാർ എൻ്റെ അഥവാ ദൈവത്തിൻ്റെ ആലോചന പറയുന്ന പ്രവചന സഭയിൽ നിൽക്കുന്നവരായിരുന്നു എങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? ഒന്ന്, എൻ്റെ വചനത്തെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച്. എന്തോ മനസ്സിലായി? ദൈവം അയച്ച പ്രവാചകനാണെങ്കിൽ ഒന്ന്, അവൻ എൻ്റെ വചനത്തെ എൻ്റെ ജനത്തെ കേൾപ്പിക്കും. അല്ലാതെ ഒരു വചനം അങ്ങോട്ട് വായിച്ചു വെച്ചിട്ട് പിന്നെ അതുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത കുറേ കാര്യം അങ്ങോട്ട് പറഞ്ഞ് ഇവിടെ കിട ചാടി തുള്ളി സാംബശിവന്റെ ശബ്ദവും എടുത്ത് തൊണ്ട കീറി ഗ്ലാസും ചക്കും ചവിട്ടി പൊട്ടിച്ച് പ്രാപിച്ചോ പ്രാപിച്ചോ പൊട്ടട്ടെ 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 എന്ന് പറയും. അയ്യോ, നാട്ടുകാരെല്ലാം ജനലും കൊട്ടിയടച്ച് എല്ലാവരും കൂടെ നിന്ന് പ്രാകുന്ന രീതിയിൽ എന്തിനാ ഈ കളി കളിക്കുന്നത്? എൻ്റെ വചനത്തെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് വായിക്കേ.
അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. കണ്ടോ നീ കേട്ടോ, എന്റെ പ്രവാചകന്മാരായിരുന്നെങ്കിൽ എന്റെ വചനത്തെ എന്റെ ജനത്തെ കേൾപ്പിച്ചിട്ട് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവർത്തികളുടെ ദോഷത്തിൽ നിന്നും മടക്കി വരുത്തുമായിരുന്നു. ഇനി പുതിയ നിയമസഭയുടെ പ്രവാചകനെ പഠിക്കുക. പൗലോസ് പറയുന്നു കൊരിന്ത്യർ സഭയോട്, എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ ആത്മപരമില്ലാത്തവനെ അവിശ്വാസിയാകത്തു വരുന്നെങ്കിൽ എല്ലാവരാലും അവൻ വിവേചിക്കപ്പെടുകയും അവൻ്റെ പാപത്തെക്കുറിച്ച് അവൻ ബോധം വരികയും അങ്ങനെ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കവിണ്ണു വീഴുവാനും ഇടവരും. അപ്പൊ പുതിയ നിയമസഭയുടെയും പ്രവചനത്തിന്റെ ഉദ്ദേശം അവിശ്വാസിയായ ഒരുത്തൻ അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വന്ന് മാനസാന്തരപ്പെടണം. അതാ പ്രവചനം. അല്ല നിന്നെ ഇട്ട് സുഖിപ്പിച്ച് സകല സൂത്രം കാണിച്ച് തലേന്ന് ഭർത്താവിനെ കാലമാടാ നിന്റെ മണ്ട ഇടിവിട്ടുവെന്നും പറഞ്ഞ് ഭർത്താവിനോട് വഴക്ക് വിട്ട് അടിയു വിട്ട് ദൈവസഭയ്ക്കകത്ത് വന്നിരുന്ന് രണ്ട് തമ്പേർ അടിച്ചു പൊട്ടിച്ച് മൂന്നാമത്തെ കുമ്പനാട്ട് പോയി മേടിച്ചാന്നും പറഞ്ഞ് ആരാധനക്കിടെ ആപ്പ് തോണ്ടിയും അതിനൊക്കെ ഇരിക്കുന്നവൻ്റെ എല്ലാം തലേ കൈവച്ചിട്ട് നിന്നെ മാനിക്കാൻ പോവാന്നൊക്കെ പറയുന്നവനൊന്നുമല്ല ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകൻ. മനസ്സിലായോ? നീയെങ്കിലും മനസ്സിലാക്കണം. എല്ലാത്തിനും കൈ അടിക്കരുത് കേട്ടോ. ആമേൻ. അപ്പം അതുകൊണ്ട് ഇനിയും തരാം ഇഷ്ടംപോലെ തെളിവുണ്ട്. ഞാനതിലേക്ക് പോകുന്നില്ല, എനിക്ക് വിഷയം തീർക്കണം, ഇന്ന് തീർക്കണം, നാളെ ഇല്ലല്ലോ. ശ്രദ്ധിച്ച് കേൾക്കണമേ. ഇനി ഇഷ്ടംപോലുണ്ട്. മീഖാ പ്രവാചകൻ പറയുക, പ്രവാചകന്മാർ കൂലി വാങ്ങി പ്രവചിക്കുന്നു അല്ലേ. അമേരിക്ക വെച്ച് ഞാൻ കേട്ടു, ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. ഒരു അച്ഛൻ വന്നിട്ടുണ്ട്, പാസ്റ്ററെ അറിഞ്ഞോ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്. ഞാൻ ആരാന്നൊന്നും അറിയത്തില്ല, മിനിറ്റ് വെച്ചാ കാശ്. എന്തോന്ന് മിനിറ്റ് വെച്ചാ കാശെന്ന് എനിക്ക് മനസ്സിലായി, പ്രവാചകനാണ്. മിനിറ്റ് പുസ്തകം പറയുക, പ്രവാചകന്മാർ കൂലി വാങ്ങി പ്രവചിക്കുന്നു. എൻ്റെ ദൈവമോ അവരെ വിടുകയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ വചനം പഠിപ്പിക്കുന്നവന് സകല നന്മയിലും ഓഹരി കൊടുക്കണം. സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷ നിമിത്തം ഉപജീവനം കഴിക്കണം. ഇതൊക്കെ വാക്യമാണ്. വചനം പഠിക്കുന്നവനും സുവിശേഷം അറിയിക്കുന്നവനും നന്മ പ്രാപിപ്പാൻ അധികാരമുണ്ട്. എന്നാൽ കൃപാവരം സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുക്കണം. പക്ഷെ ഇന്ന് വചനം പഠിപ്പിക്കുന്നവനൊന്നുമില്ല. സഭാഭാഷയ്ക്ക് കിട്ടേണ്ടതെല്ലാം പ്രവാചകം കൊണ്ടുപോകുക. മനസ്സിലാവുന്നുണ്ടോ? എന്താ മനസ്സിലായി? അയ്യോ അച്ചായൻ അയച്ചെൻ്റെ ദശാംശം 1000 രൂപ എടുത്ത് മാറ്റി വെച്ചിരിക്കുക ഞായറാഴ്ച ആരാധനയ്ക്ക് പോകാൻ വേണ്ടി. അതിനിടയ്ക്ക് അങ്ങോട്ട് കയറി ഒരുത്തൻ ഇങ്ങോട്ട് കയറി വന്നു, അയ്യോ പ്രവാചകം ഊതടിച്ചില്ല, അതിൽ നിന്ന് 500 അവൻ കൊണ്ടുപോയി. കാര്യം മനസ്സിലാക്കുന്നുണ്ടോ? കാര്യം എന്താ? ഇന്നിപ്പം ഈ കോന്നി സമുദ്രത്തിൽ ഒത്തിരി മീനുണ്ടെന്ന് ചിലർ പറയും, കോന്നി സമുദ്രമല്ലെന്ന്. ഞാനൊരു ആത്മീയ ഭാഷ പറയുക, ഈ കോന്നി സമുദ്രത്തിൽ അല്ലെങ്കിൽ പത്തനംതിട്ട സമുദ്രത്തിൽ ഒത്തിരി മീൻ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ മീനുണ്ട്. പക്ഷെ പിടിക്കാൻ എന്തില്ല, പിടിക്കാൻ ആളില്ലെന്ന്. കാര്യം എല്ലാവരും അക്വേറിയത്തിൽ നിന്ന് കോരാൻ നടക്കുക. സമുദ്രത്തിൽ നിന്ന് മീൻ പിടിക്കണേ ഉറക്കൊഴിയണം, വല വീശണം, ഇച്ചിരി കഷ്ടപ്പാടാ അല്ലേ. കാത്തിരിക്കണം, വലിച്ചു കയറ്റണം, മുഷിയണം. പോരാത്തതിന് ചിലപ്പോൾ ചില ഞണ്ടുകളൊക്കെ കടിക്കും, കീറും. ഇതൊക്കെ കണ്ട വലയൊക്കെ വീണ്ടും തുന്നണം. എന്നല്ലോ ഞണ്ടുകളും കാരിയും കൂരിയൊക്കെ കിടക്കും സമുദ്രത്തിൽ. കുത്തുന്ന ഐറ്റമൊക്കെ ഉണ്ട്. ഇറങ്ങി ഇച്ചിരി പിടിച്ചോണ്ട് പറഞ്ഞാൽ ഇച്ചിരി പാടാ. പക്ഷെ അക്വേറിയത്തിൽ നിന്നാകുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ, നല്ല ഗോൾഡൻ ഫിഷിനെ കിട്ടും. ആരെങ്കിലും കഷ്ടപ്പെട്ട് പിടിച്ചിട്ട് ടാങ്കിനകത്തിട്ടിരിക്കുന്ന ഗോൾഡൻ ഫിഷിനെ തൂക്കിയെടുത്ത് ഇപ്പുറത്തെ ടാങ്ക് കൊടുത്ത് കൊട്ടു തുടങ്ങിയ സഭയായല്ലോ. അങ്ങനെ അക്വേറിയത്തിൽ നിന്ന് കോരാൻ നടക്കുന്നവന്മാരായിരുന്നുള്ളത്. സഭയ്ക്കകത്തു അക്വേറിയത്തിൽ നിന്ന് കോരാതെ സമുദ്രത്തിൽ മീൻ കിടപ്പുണ്ടോ, ഇറങ്ങിപ്പിടിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പ്രവാചകന്മാരൊക്കെ കൂലി വാങ്ങി പ്രവചിക്കുന്നു, മിനിറ്റിന് കാശടിക്കുന്നു. എന്നാൽ കേട്ടോ, വചനം പഠിപ്പിക്കുന്നവൻ ഓഹരി കൊടുക്കണം, മടങ്ങി വരാം. അപ്പോൾ പ്രവാചകന്മാർ ദൈവം അയച്ചത് ജനത്തിൻ്റെ മടങ്ങി വരവിന് വേണ്ടിയായിരുന്നു. എന്നാൽ പ്രവാചക ശബ്ദത്തിന് മുമ്പിലും ജനം മടങ്ങി വരാതിരുന്നപ്പോൾ സ്വർഗീയ കോടതി മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗീയ കോടതി എടുത്ത മാസ്റ്റർ പ്ലാൻ ദൈവം മനുഷ്യന്റെ മുന്നിൽ വെളിപ്പെടുത്തി. കാതലായ വിഷയത്തിലേക്ക് വരിക. എന്താണ് ആ മാസ്റ്റർ പ്ലാൻ? സ്വർഗീയ കോടതി എടുത്തൊരു തീരുമാനം. മാനവജാതിയുടെ പാപത്തിൽ അവർ ഇങ്ങനെ തന്നെ തുടർന്നു പോകുന്നത് കൊണ്ട് ഇനിയും അവരുടെ പാപം മോചിപ്പിപ്പാൻ പ്രവാചക ശബ്ദത്തിന്റെ മുമ്പിൽ അവർ കീഴ്പ്പെടുന്നില്ല. മടങ്ങി വരൂ എന്ന് വിളിച്ചു. ഇസ്രായേലെ, പച്ചമരത്തിൻ കീഴിലൊക്കെ അന്യദൈവന്മാരെ സേവിച്ച് നീ ചെയ്തതായ അകൃത്യത്തെ ഒന്ന് സമ്മതിച്ച് നീ ഒന്ന് മടങ്ങിവാ എന്ന് ആവർത്തിച്ച് വിളിച്ചിട്ടും ഇസ്രായേലെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകെ മറവി ചേർക്കുന്ന പോലെ പലവട്ടം നിന്നെ ചേർക്കാൻ എനിക്ക് മനസ്സുണ്ട്, നീ മടങ്ങിവാ എന്ന് വിളിച്ചിട്ടും മടങ്ങി വരാത്ത ജനത്തിന്റെ നടുവിൽ സ്വർഗത്തിലെ കോടതി മുന്നോട്ട് വെച്ച രക്ഷാ പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ ദൈവം വെളിപ്പെടുത്തി. എന്താ? യേശു ക്രിസ്തു ജനിക്കാൻ
ജനിക്കുന്നതിന് 700-750 വർഷങ്ങൾക്ക് മുൻപ് 700-750 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ വെളിപ്പെടുത്തി. എന്താ? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാക്ഷാൽ ദൈവം, യഹോവയായ ദൈവം, ഉൽപ്പത്തിയിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഏക സത്യ ദൈവം, അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്തവണ്ണം തേജോമയനായ പ്രഭാവത്തിൽ ജീവിക്കുന്ന യഹോവയായ ദൈവം, മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണത്തക്കവണ്ണമുള്ള ഒരു രൂപം സ്വീകരിച്ച് ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ സ്വർഗീയ കോടതിയെടുത്ത് തീരുമാനം. യഹോവയായ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് അവതാരമെടുക്കാൻ തീരുമാനിച്ചു. അത് പ്രവാചകൻ മുഖാന്തരം വെളിപ്പെടുത്തി. യേശു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്കപ്പുറം യെശയ്യാവ് വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു ഉറക്കെ പറ, മകന്. എത്ര വർഷം മുമ്പ്? ഏകദേശ കണക്കാ, പറഞ്ഞോ, കുഴപ്പമില്ല. 700-750 വർഷങ്ങൾക്കപ്പുറം പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു എത്ര വർഷം മുമ്പ്? 750 വർഷം മുമ്പ് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ചപ്പോൾ മോളായോ? ഉണ്ടെന്നില്ല ആരും. പ്രസവിച്ചപ്പോൾ മോളായി പോയോന്ന്? മോൻ തന്നെ ആയിരുന്നല്ലേ? അതാ ദൈവം അയച്ച പ്രവാചകൻ. ദൈവം അയച്ച പ്രവാചകൻ 750 വർഷം മുമ്പ് മോനെന്ന് പറഞ്ഞാൽ അത് മോനാ. ഇപ്പൊ ചില പ്രവാചകന്മാർ ഇറങ്ങിയിട്ടുണ്ട്, 6 മാസമുള്ളപ്പോൾ മോനാകട്ടോ, പ്രസവിച്ചപ്പോൾ മോളാ, പിന്നെ ആ വഴിയില്ല. കേൾക്കുന്നുണ്ടോ? വല്ലതും കേറുന്നുണ്ടോ? ഈ ഇടയ്ക്ക് ഒരാൾ സ്റ്റേജിൽ നിന്നുകൊണ്ട് വിളിക്കുക, ബിനു ബിനു എന്നൊരു പേരെന്നെ കാണിക്കുന്നുണ്ട്. ബിനു ഉണ്ടോ? ഇന്ന് നിന്റെ വിടുതലിന്റെ ദിവസമാ, കയറി വാ. ബിനു ഇല്ല. ഇനി ഒരു വാദത്തിന് വേണ്ടി ഉണ്ടെന്നിരിക്കട്ടെ, പക്ഷേ ഞങ്ങൾ പോയ സ്റ്റേജിൽ ബിനു ഉണ്ടായിരുന്നിരിക്കട്ടെ, ഒരു വാദത്തിന് വേണ്ടി ബിനു ഉണ്ടെന്നിരിക്കട്ടെ, എന്നാലും പ്രശ്നം തീരുന്നില്ല. ഇതിനെ പുസ്തകവുമായിട്ടൊന്ന് തട്ടിച്ച് പരിശോധിക്കണം. മനസ്സിലായോ? പുസ്തകവുമായിട്ടൊന്ന് തട്ടിക്കുമ്പോഴോ യേശു യെരീഹോവിനടുത്തെത്തിയപ്പോൾ നിന്നുകൊണ്ട്, ഇവിടെ ഏതോ ഒരു മരത്തിൽ സക്കായി ഉണ്ടെന്ന് തോന്നുന്നു. ഏതെങ്കിലും മരത്തിലുണ്ടോ? ഏതെങ്കിലും മരത്തിൽ ഉണ്ടോ? നിന്റെ വീട്ടിൽ വരാനാണ്, ഇങ്ങോട്ട് വരാൻ. പിന്നെ എവിടെ കയറിയിരിക്കുന്നു? ഇങ്ങനാണോ വിളിച്ചേ? അല്ല, അവൻ ഇരുന്ന മരത്തിന്റെ കീഴെത്തി മേപ്പോട്ട് നോക്കി, സക്കായിയേ ഇറങ്ങി വാടാ, പുരുഷാരൻ നിന്നെ കണ്ടില്ല, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് നിന്നെ കണ്ടിട്ടുണ്ട്, നീ ഇറങ്ങി വാ. നിന്നെ ഒരു പെട്ടി പണം തന്ന് മാനിക്കാൻ പോവാന്നല്ല പറഞ്ഞത്, നിന്റെ വീടിന് രക്ഷ വരാൻ പോവുകയാന്ന് പറഞ്ഞപ്പോൾ ആ പ്രവചനത്തിന്റെ മുമ്പിലും എന്ത് നടന്നെന്നറിയാമോ? മാനസാന്തരം നടന്നു. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊടുത്തോളാം കർത്താവേ എന്ന് പറഞ്ഞ് പ്രവചനത്തിന്റെ മുമ്പിൽ അവിടെയും നടന്നത് മാനസാന്തരമാണ്. ഇതൊക്കെ വല്ല ബോധവും വേണം. അല്ലാതെ കുറെ എണ്ണ ഇറങ്ങിയ ബി 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 ബാബു രാജൻ ഇറങ്ങിയൊക്കെ കുറെ എണ്ണ. പുനലൂരിൽ നിന്നെങ്ങാണ്ട ഇതിന്റെ ഹോൾസെയിൽ വന്നേന്നാ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേട്ടോണം. ഒരു പേര് വിളിക്കുക, ഇതൊന്നും വലിയ കഥയൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഇവിടെ കേൾക്കുന്നുണ്ടോ? ഇവിടെ പ്രസംഗം ഇങ്ങോട്ട് പോകാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോ ഒരു പേര് വിളിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കൊല്ലത്തുനിന്ന് പുറപ്പെട്ടു വന്ന ഞാൻ, എൻ്റെ കൂടെ കാറിനകത്ത് 2 ചെറുപ്പക്കാരുണ്ടെന്നിരിക്കട്ടെ. എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ തന്നെയാവൻ. ചെറുപ്പക്കാർ 2 പേരുണ്ടെന്നിരിക്കട്ടെ. അവർ 2 പേരും ഈ ആൾക്കാരുടെ ഇടയിൽ വന്നെങ്കിരിക്കുക. ഇവന്മാരെല്ലാം വരുമ്പോൾ വണ്ടിക്കണക്കിന് ആളുകൾ കൂടെ വരുന്ന കണ്ടിട്ടില്ലേ? 2 ചെറുപ്പക്കാർ എൻ്റെ കൂടെ വന്നവർ നിങ്ങളുടെ ഇടയിൽ വന്നെങ്കിരിക്കുക. അവർ തൊട്ടടുത്തിരുന്ന ആളിനെ ഒന്ന് പരിചയപ്പെട്ടു. അതിനിപ്പോൾ എന്തുവാ തെറ്റ്? എന്നാ ഉണ്ടാച്ചാ? പേരെന്തുവാ? എൻ്റെ പേര് തോമാച്ച. എന്താ ചെയ്യുന്നു? ഞാൻ ഇവിടെ കോന്നിയിൽ ഇലക്ട്രിക്കാണ് അവിടെ. ആണോ? ഇന്നാരാ പ്രസംഗിക്കുന്നു? ഷമീർ കൊല്ലം. ആണോ? ഓ, ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രോത്രം. പരിചയപ്പെട്ടെന്ന് വെച്ചപ്പോൾ എന്തുവാ? ഒന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇതുപോലെ മറ്റേ കൂട്ടുകാരനും എൻ്റെ കൂടെ വന്ന മറ്റു ചെറുപ്പക്കാരനും അടുത്തിരുത്തവനെ പരിചയപ്പെട്ടു. ഇവർ 2 പേരും പരിചയപ്പെട്ടു. ഞാനിതൊന്നും അറിയുന്നില്ല. ഞാനിവിടെ സ്റ്റേജിൽ വന്ന് വളരെ സ്റ്റാൻഡേർഡായിട്ടിരിക്കുകയാണ്. ഇച്ചിരി കഴിഞ്ഞ് ആരാധന, എല്ലാവർക്കും എഴുന്നേറ്റ് ആരാധിക്കും. ആരാധന നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണൊന്ന് മൂളി. കാര്യം വൈബ്രേഷനാണ്. എൻ്റെ ഫോണൊന്ന് മൂളി. ഞാൻ പയ്യതും തുറന്നു. മെസ്സേജ് വന്നതാണ്. എന്തുവാ മെസ്സേജ് എന്നറിയാമോ? തോമാച്ചൻ ഇലക്ട്രിക് കട കോന്നി, ലവൻ അയച്ചതാ. എൻ്റെ കൈ വന്നു. ഞാനിവിടെ നിന്നുണ്ടെങ്കിൽ ഒരു പ്രസംഗത്തിൻ്റെ പകുതിയിൽ വിളിക്കുകയാണ്.
തോമാച്ചൻ എന്നൊരു പേര് കാണിക്കുന്നു. തോമാച്ചൻ. ഇത് കേട്ടപ്പോ തോമാച്ചൻ അവിടെ എന്നാണോ വേറെ തോമാച്ചൻ? ഇലക്ട്രിക്കിന്റെ കടയുമായി ബന്ധപ്പെട്ട തോമാച്ചൻ. ഉടനെ ഇലക്ട്രിക് കട ഞാൻ മാത്രമല്ലോ, കോന്നി എന്നൊരു സ്ഥലം കയറി മുമ്പോട്ട്. ഇത് കാണുന്ന എല്ലാം കൂടെ അടിച്ചുകൊണ്ടി വല്ല ബോധം വല്ലതും വേണ്ടി. എടാ 10 പയ്യന്മാർ കൂടെ ഉണ്ടെങ്കിൽ 20 പേര് ഷമീർ വിളിച്ചു തരാം. പക്ഷെ നീ ഓർത്തോണം, ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം അടുത്തുകൊണ്ടിരിക്കും. അമേ ഉമ്മാരുടെ എല്ലാം കച്ചവടം ഞാൻ കാരണം പൂട്ടിയ കൊണ്ടായിപ്പോൾ ഞാൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി എന്നെ കള്ളനും കൊലപാതകയും ഒക്കെ ആക്കി വെച്ചോണ്ടിരിക്കുക. നീ എന്തോ പറഞ്ഞാലും പുസ്തകത്തിൻ്റെ പ്രമാണം വിട്ടൊരു കളിക്ക് കൈയടിക്കരുത്. മനസ്സിലാക്കുന്നുണ്ടോ? ആമേൻ. ഈ കച്ചവടക്കാരന്മാർ എല്ലാം തിരിച്ചറിഞ്ഞോണം. ഇനിയും വേണം നിങ്ങൾക്ക് വഴി പറഞ്ഞു തരാം. ദാണ്ട് അപ്പുറത്തെ ഗ്രൗണ്ട് ഈ കൺവെൻഷന് വന്ന കാറ് കിടപ്പുണ്ട്. ഞാനൊരു 5:30-6 മണിക്ക് നേരത്തെ ഇവിടെ വന്നു. വന്നു. എല്ലാ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഫോണിലും ഇപ്പോൾ RTOയുടെ സോഫ്റ്റ്വെയർ അവൈലബിളാണ്. മനസ്സിലായോ? RTOയുടെ ഞാൻ നേരത്തെ വന്ന് ആ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നേച്ച് ആ പറമ്പിലിട്ടിരിക്കുന്ന 2 വണ്ടി, 2 ഇന്നോവ കാർ 2 എണ്ണം നമ്പർ നോക്കി. മഞ്ഞയാണോ? മഞ്ഞയല്ല, വെള്ളയാ. അപ്പോൾ അത് പ്രൈവറ്റാണ്, കുഴപ്പമില്ല. മഞ്ഞയാണ് ടൂറിസ്റ്റാ, അപ്പം വെള്ളയാകുമ്പോൾ പ്രൈവറ്റ്, കുഴപ്പമില്ല. ആ വണ്ടിയുടെ നമ്പർ എൻ്റെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് RTO എന്ന് പറഞ്ഞ ആ സോഫ്റ്റ്വെയർ അങ്ങോട്ട് ഓപ്പൺ ചെയ്തേച്ച് ഈ നമ്പർ അതിനകത്തോട്ട് അടിച്ചു കൊടുത്താൽ മിനിറ്റ് 2-നകത്ത് അതിൻ്റെ ഓണറുടെ പേരും ഡീറ്റെയിൽസും ഇതിനകത്ത് കിട്ടും. വല്ലതും അറിയാമോ? 4 പേര് കൈവെള്ളയിൽ എഴുതിയിട്ട് ഇതിനകത്ത് കയറി ഇരുന്നുണ്ട്. ഇന്നോവയെ വന്ന അച്ചായൻ്റെ പേര് ഞാൻ ഇവിടെ നിന്ന് വിളിക്കുക. അച്ചായൻ ഞെട്ടി. കൊല്ലത്തുനിന്ന് വന്ന ഷമീർ എൻ്റെ പേര് വിളിക്കുന്നു. അയ്യോ. പോകുമ്പോൾ 500 ഉറപ്പ്, വീട്ടിലൊരു പ്രാർത്ഥന ഉറപ്പ്. എന്താ മിണ്ടാത്തെ? കുഞ്ഞെ, നീ നിത്യതയ്ക്ക് വേണ്ടി ഇറങ്ങിയെങ്കിൽ പുസ്തകത്തിലെ പ്രമാണത്തിന് വേണ്ടി നിൽക്കണം. കച്ചവടക്കാർക്ക് കൂട്ടി നിൽക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് പ്രവാചകവും പ്രവചനവും എന്നൊക്കെ പറഞ്ഞ വകുപ്പ്. ഇനി ചിലരെ ഇപ്പൊ ഈ ഭൂതങ്ങളെല്ലാം TV-ക്കകത്തൂടെ ഇറങ്ങിയേക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ TV-ക്കകത്തൂടെ ഈ ഭൂതങ്ങളെല്ലാം, ദുരുപദേശങ്ങളുടെ എല്ലാം ഭൂതം TV-ക്കകത്തൂടെ ഇറങ്ങിയേക്കുന്നത്. ഇപ്പൊ TV-ക്കകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കുക ഒരാൾ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണടച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 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 രമണിയെ എന്നെ കാണിക്കുന്നുണ്ട്. ഇത് കേട്ട് എങ്ങോ ഇരിക്കുന്ന രമണി ഫോൺ എടുത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ വീഡിയോ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കണം. എന്താ ഇതൊന്ന് ഷൂട്ട് ചെയ്തിരിക്കുന്ന? ഒന്നുകിൽ സിറ്റ് ഔട്ടിൽ, അല്ലെങ്കിൽ മരത്തിൻ്റെ തണലിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡിയോ റൂമിൻ്റെ അകത്ത് ഇത് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങേരെ മുമ്പിൽ രമണിയില്ല, സ്ക്രീനും ഇല്ല, ഒന്നുമില്ല. ഷൂട്ട് ചെയ്യുന്ന ക്യാമറാമാൻ മാത്രമേ ഉള്ളൂ. അവിടെ ഇരുന്നാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. ഇത് 3 ആഴ്ച കഴിഞ്ഞ് എഡിറ്റിങ്ങും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് 4-ാമത്തെ ആഴ്ച ഇത് TV വരുന്നത്. അപ്പോഴാണ് TV-ക്കകത്തൂടെ ഒരു രമണി എങ്ങോ ഇരുന്ന് കേൾക്കുന്നത്. രമണി എന്തോ മനസ്സിലായി, വല്ലതും കയറിയാ തലയ്ക്കകത്ത്. മനസ്സിലാക്കണം. അതുകൊണ്ട് TV-യുടെ മുമ്പിൽ, വിട്ടിപ്പെട്ടിയുടെ മുമ്പിൽ ഇരിക്കുന്ന ചാത്തന്മാരുടെ മുമ്പിൽ സമയം കളയാതെ പുസ്തകം എടുത്ത് 1/2 മണിക്കൂർ റൂമിനകത്ത് കയറിയിരുന്ന പുസ്തകം വായിച്ച് ധ്യാനിക്കാൻ നോക്ക്. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരാമെന്ന് വാഗ്ദത്വമായി ഒരുത്തൻ നിന്നോട് സംസാരിക്കാൻ തയ്യാറായിരിക്കുക. നീ സമയമുണ്ടെങ്കിൽ മെനക്കെട്ടിച്ച് നേരം പുസ്തകമായിട്ട് മാറിയിരിക്കും. ദൈവം നിന്നോട് സംസാരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. 100 കണക്കിന് പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് ഷമീർ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അഥവാ യഹോവയായ ദൈവം വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. ആമേ. 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച കർത്താവ് 30-ാമത്തെ വയസ്സിൽ കാനാവിലെ കല്യാണ നാളിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അത്ഭുത പ്രവൃത്തിക്ക് ആരംഭം കുറിച്ച് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്കിറങ്ങി. 33 തിരുവയസ്സിൽ മാനവജാതിയുടെ പാപം ഒരു യാഗവസ്തുവിൻ്റെ പുറത്ത് പാപം ചുമത്തുന്ന അതേപോലെ ഇതാ മാനവജാതിയുടെ മുഴുവൻ പാപം ജാതി മത ഭേദമില്ലാതെ സകല എണ്ണത്തിൻ്റെ പാപം സ്വന്തം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് യാഗവസ്തുവാകുവാൻ കാൽവരിയുടെ കൊലക്കളത്തിലേക്ക് ആമേൻ ഞാൻ പ്രസംഗിക്കുന്ന യേശു നടന്നുപോയി. ഇന്ന് രാത്രി സ്നേഹിത, നിനക്ക് വേണ്ടി ഇന്ന് രാത്രി നിന്റെ ഹൃദയ കണ്ണു തുറന്ന് നീ കാൽവരിയിലേക്കൊന്ന് നോക്ക്. ആമേൻ. 1000-ങ്ങളിൽ 10,000-ങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള എൻ്റെ പ്രിയൻ ഇറച്ചിക്കടയിലെ കൊളുത്തിൽ ഒരു മാട്ടിനെ തൂക്കിയിട്ടിരിക്കുന്ന പോലെ കണ്ടാൽ തിരിച്ചറിയാത്തൊരു മാംസപിണ്ഡമായി കാൽവരിയുടെ കൊലക്കളത്തിൽ യാഗമാകുന്ന കാഴ്ച ഇന്ന് രാത്രി ദേശമേ നീ കാണണം. നിനക്ക് വേണ്ടി നിന്റെ കുഞ്ഞ്, സ്കൂളിൽ പഠിക്കുന്ന നിന്റെ കുഞ്ഞ്
കൈയൊന്നും മറിഞ്ഞു വീണ് മുറിഞ്ഞിട്ട് അതാ ഒരു തുള്ളി ബ്ലഡ് താഴെ പോയെന്നൊരു ഫോൺ കോൾ നിന്റെ ആപ്പീസിലേക്ക് വന്നാൽ, അയ്യോ ആപ്പീസിൽ ലീവ് എടുത്ത് ഫോണും മാറ്റിവെച്ച് വണ്ടിയെടുത്ത് പാഞ്ഞു പിടിച്ച് എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞ് ഓടുന്ന മാതാവേ, പിതാവേ, ഇന്ന് രാത്രി നീ കാൽവരിയിൽ നോക്ക്. അവിടെ ഇനി പുറപ്പെടാൻ ഒരു തുള്ളി ബാക്കിയില്ല, ഇനി താഴോട്ട് വീഴാൻ ഒരു തുള്ളി ബ്ലഡ് ബാക്കിയില്ല. ഒടുവിൽ വെള്ളം പുറപ്പെട്ടവനായി കുത്തി തുറക്കപ്പെട്ട നെഞ്ചുമായി മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവരിയുടെ കൊലക്കളത്തിൽ പിടയുന്ന നാഥനെ ഇന്ന് രാത്രി കൊല്ലമ്പടി ദേശമേ നീ കാണണം. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മോക്ഷമാർഗം തേടി ലോകത്തിന്റെ നാനാ ഭാഗത്ത് നീ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് മോക്ഷം നൽകുവാൻ ഒരു വനിത കാൽവരിയുടെ കൊലക്കളത്തിൽ പിടയുകയോ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള പ്രിയൻ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. കൊല്ലമ്പടിയിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, പാപത്തെ പാപം ചെയ്യുന്നവനെ കാലാകാലങ്ങളിൽ കൊന്നുകളയുവാൻ അവതാരമെടുത്ത് അവതാരപ്പിറവിയെ കുറിച്ച് പഠിച്ചിട്ടുള്ള നീ പാപത്തെ മോചിപ്പിക്കാൻ വന്നൊരു അവതാരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നാളിതുവരെ പാപികളെ കൊന്നുകളയുവാൻ വന്ന അവതാരങ്ങളെ കുറിച്ച് കേട്ടിട്ടുള്ള നീ പാപികളെ രക്ഷിപ്പാൻ വന്നൊരു അവതാരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി ഷമീർ പ്രസംഗിക്കുന്ന നസ്രത്തുകാരനായ യേശു ക്രിസ്തു നീ അനുഭവിക്കേണ്ടിയ ശിക്ഷ എന്റെ യേശുവിന്റെ മേലായി, നീ അനുഭവിക്കേണ്ടിയ നരക ശിക്ഷ ഇതാ കാൽവരിയിൽ നിനക്ക് പകരം എന്റെ യേശു ഏറ്റുവാങ്ങുകയോ. എന്നെ കേൾക്കുന്ന ദേശവാസിയെ, നീ അനുഭവിക്കേണ്ടിയ നരകശിക്ഷ എൻ്റെ യേശുവിൻ്റെ മുതുകത്തേറ്റുവാങ്ങി. ഒരു വയലുഴുതു മറിക്കുന്ന ലാഘവത്തോടെ അവരെൻ്റെ കർത്താവിൻ്റെ മുതുക ഉഴവുചാലുപോലെ കീറി. പ്രാണനാഥൻ മിണ്ടിയില്ല. നീ കേൾക്കുന്നുണ്ടോ? 4 ദിവസം ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തെ ഒറ്റ വാക്കുകൊണ്ട് ഉയർപ്പിക്കാൻ കഴിവുള്ള എൻ്റെ നാഥന് ഒരു വാക്കുകൊണ്ടൊരു നോട്ടം കൊണ്ട് ഈ പടയാളികളെ മുഴുവൻ സംഹരിച്ച് ക്രൂശിൽ നിന്നിറങ്ങി വരാൻ കഴിവുള്ളവനായ എൻ്റെ കർത്താവ് ഒരക്ഷരം മിണ്ടാതെ അറക്കാൻ കൊണ്ടുപോകുന്ന ഒരാടിനെ പോലെ എൻ്റെ കർത്താവ് മൗനമായിരുന്നത്. കൊല്ലമ്പടി ദേശമേ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നിനക്ക് പകരമായി ഒരുവൻ കാൽവരിയുടെ കൊലക്കളത്തിൽ ഇതാ ബലിയായി, ആ മഹാബലിയായ കർത്താവിനെ ഇന്ന് രാത്രി നീ കാണുന്നുണ്ടോ? അമ്മേ, നീ കാണണം. പാപമോചനം തേടി മോക്ഷം തേടി ചെരുപ്പ് പോലും ഇടാതെ കാൽനടയായി ഒരു മോക്ഷമാർഗത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന ബഹുമാന്യ സഹോദര, നിനക്ക് മോക്ഷം കിട്ടുവാൻ ആമേൻ 2000 വർഷങ്ങൾക്കപ്പുറം ഒരുത്തൻ കാൽവരിയിൽ പിടഞ്ഞു. അത് ക്രിസ്ത്യാനിക്ക് വേണ്ടിയുള്ളതാണോ എങ്കിൽ ഷമീർ ഇന്ന് രാത്രി അവനെ പ്രസംഗിക്കാൻ ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. അത് ക്രിസ്ത്യാനിക്കുള്ളതല്ല സ്നേഹിത. ജാതിമത ഭേദമന്യേ മനുഷ്യന്റെ രക്ഷയ്ക്കായി കാൽവരിയുടെ കൊലക്കളത്തിൽ എൻ്റെ പ്രാണനാഥൻ യാഗമായി. ഇന്ന് രാത്രി അഭിമാനത്തോടെ കൊല്ലമ്പടിയോട് ഞാൻ പറയട്ടെ, യേശുക്രിസ്തുവിന്റെ ഭൗതിക ശരീരം അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ അടക്കപ്പെട്ടപ്പോൾ എൻ്റെ ഈ വയസ്സു പ്രായത്തിനിടയിൽ ഇന്നുവരെ ഞാൻ കേട്ടിട്ടില്ല ഒരു ശവശരീരത്തിന് പട്ടാളക്കാർ തോക്കും കൊണ്ട് കാവൽ നിന്ന ചരിത്രം. ബാങ്കിന്റെ മുമ്പിൽ തോക്കും പിടിച്ച് പോലീസ് നിൽക്കുന്നത് മനസ്സിലാക്കാം. മന്ത്രിയുടെ പിന്നാലെ കരിമ്പൂച്ച ബ്ലാക്ക് കാറ്റുകൾ നിൽക്കുന്ന മനസ്സിലാക്കാം. പക്ഷെ ഒരു ശവശരീരം ഇടക്കുന്ന ആ ഗുഹയ്ക്ക് മുമ്പിൽ റോമാ ഗവൺമെന്റിന്റെ പട്ടാളക്കാര് കണ്ണിൽ അഗ്നിയും കയ്യിൽ ആയുധവുമായി അവരുറങ്ങാതെ കാവൽ നിന്നുപോലും നീ അറിഞ്ഞോ എന്തിനു വേണ്ടിയാന്നറിയാമോ? ഞാൻ പ്രസംഗിക്കുന്ന യേശു പാതാളത്തെ ജയിച്ച്, മരണത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച്, ലോകത്തെ ജയിച്ച് ഞാൻ പ്രസംഗിക്കുന്ന യേശു അവൻ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അവൻ ഇന്നും ജീവിക്കുന്നു. എൻ്റെ യേശു ജീവിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. മരിച്ച യേശുവിനെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ. എൻ്റെ വീട്ടിൽ ആമേ 2 കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, പപ്പ സ്കൂളിൽ കൊടുക്കാൻ ഒരു 100 രൂപ വേണം, പരീക്ഷ, ഒരു എന്തോ സ്പെഷ്യൽ പരീക്ഷ എഴുതാൻ വേണ്ടി.
അവളെന്നോട് ചോദിച്ചു, ഞാൻ കൊടുത്തു. പക്ഷെ എൻ്റെ കുഞ്ഞ് എന്നോട് ചോദിക്കുന്നതിന് പകരം താടിയും മുടിയൊക്കെ ഉള്ള എൻ്റെ നല്ലൊരു ഫോട്ടോ എടുത്ത് ഭിത്തിയെ കൊണ്ട് വെച്ച് ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ച് ഒരു മാല അങ്ങോട്ട് ഇട്ടേച്ച് രാവിലെ എൻ്റെ മോള് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ മൈൻഡ് ചെയ്യാതെ ആ ഭിത്തിയെ ചെന്ന് നിന്നിട്ട് പറയുക, ഏറ്റവും പ്രിയപ്പെട്ട പപ്പായെ, ഇന്ന് പകലിൽ പപ്പായോട് ഞാൻ പ്രത്യേകാലം ഓർപ്പിക്കുന്നത്, ഇന്ന് പകൽക്കാലം എൻ്റെ സ്കൂളിൽ കൊടുക്കാൻ 100 രൂപ അത്യാവശ്യമായി വേണ്ടി വന്നിരിക്കുന്ന വിവരം പ്രത്യേകാൽ ഞാൻ ബോധിപ്പിച്ചു കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞാൽ ബോധമുള്ള അപ്പനാണെങ്കിൽ ഒരു വടിയെടുത്ത് ചാടി എഴുന്നേറ്റ് 2 അടി കൊടുത്തച്ച് പറയും, ഞാൻ ചത്തുപോയോടി. ജീവനോട് ഇവിടെ ഇരിക്കുന്ന ഞാനിവിടെ കിടക്കുമ്പം ഞാൻ ചത്തുപോയോ? നീ ഫോട്ടോയും വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ പോയി സംസാരിക്കാൻ. ഞാൻ ചാകട്ടടി, അന്ന് വെച്ചിട്ട് നിനക്ക് അതിൻ്റെ മുമ്പിൽ സംസാരിക്കാം. ഇപ്പം നിനക്ക് വല്ലതും പറയാനുണ്ടോ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. കേൾക്കുന്നുണ്ടോ? വല്ലതും മനസ്സിലായോ? ആമേ. നിന്റെ അപ്പൻ ഇന്നും ജീവിക്കുന്ന ദൈവമാകട്ടോ. ആമേ. മരിച്ചു മരണം കൊണ്ട് അവസാനിച്ചൊരു യേശുവിനെ അല്ല ഞാനും നീയും ആരാധിക്കുന്നത്. മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ നസ്രത്തുകാരനായ യേശു. ഉയർത്തെഴുന്നേറ്റ യേശു അതൊരു കഥയാണെന്ന് വരാതിരിക്കാൻ 40 ദിവസങ്ങളോളം തന്നെ അനുഗമിച്ച ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിക്കൊണ്ട് നിനക്ക് വേണ്ടി, നിന്റെ പാപത്തിനു വേണ്ടി പ്രാണനെ വിട്ട യേശു ഒരന്ത്യ കൽപ്പനയും നിനക്ക് തന്നു. ഇന്ന് രാത്രി അപേക്ഷയല്ല, യാചനയല്ല, നിനക്ക് വേണ്ടി പ്രാണനെ തന്നവന്റെ ഓർഡർ കേൾക്കണ്ടേ? നിനക്ക് ആ ഓർഡർ വായിക്കും. മത്തായി 28:18. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവരൊരു ആമേൻ പറ. പോരാ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു എന്ന്, അഥവാ യേശുവിന് നൽകപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവര് ശക്തിയോടൊരു ആമേൻ പറഞ്ഞു. എങ്കിൽ ഒരു ചോദ്യം ചോദിക്കാൻ പോവാ, കേട്ടോണം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ആർക്ക് നൽകപ്പെട്ടു? യേശു. അത് നീ വിശ്വസിക്കുന്നല്ലോ? വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ യേശുവിൻ്റെ ഏതാ? സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ യേശുവിൻ്റെ മകൻ, മകൾ എന്ന പദവിയിലേക്കാണ് ആര് വന്നിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ട ഞാനും നീയും വന്നിരിക്കുന്നു. ആണല്ലോ. അപ്പൊ നിന്റെ അപ്പൻ ആരാ? അതാരാ? യേശു. യേശു എന്ന് പറഞ്ഞാൽ ആരാ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ചൊരപ്പൻ്റെ മകനാണ് നീ, മകളാണ് നീ. ആണോ? അതാ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത്? ഞാൻ ഉറപ്പാണേ. ആണല്ലോ. അങ്ങനെയെങ്കിൽ അയലത്തെ മറിയാമ്മ അയല വെട്ടിയപ്പം 3 മുള്ള് കാക്ക കൊത്തി നിന്റെ മുറ്റത്ത് കൊണ്ടിട്ടു. നിനക്കെന്ത് ഉണ്ടെന്നില്ല? നിനക്കെന്ത് മിണ്ടുന്നില്ല? നിനക്ക് വല്ലതും ഉണ്ട്? എന്ത്? ബന്ധനം. എന്താണ് ബന്ധനം? ആ മുള്ളു കിടക്കും. ബന്ധനം. ഇനിയിപ്പോ എന്തോ ചെയ്യും പാസ്റ്റർ? ഒന്നുമില്ല. ആ വിഷയത്തിന്റെ പുറത്തൊരു 3 ദിവസം ഇരിക്കണം. വിഷയത്തിന്റെ പുറത്ത് കയറി ഇരിക്കണമെന്ന് 3 ദിവസം. എന്നാ ഞാൻ സഭാഭാഷയോട് പറയട്ടെ, ഒരു 3 ദിവസം ഉപവാസം വെക്കാൻ പറയട്ടെ വീട്ടിൽ. പുള്ളിയോട് പറയണ്ട, പുള്ളിക്ക് ഈ വെളിപ്പാടൊന്നുള്ള ആളല്ല. നിങ്ങൾ 3 ദിവസം വെച്ചോ, ഞാൻ അങ്ങ് വരാം വിഷയത്തിന്റെ പുറത്തിരിക്കാനേ. കുറെയൊക്കെ ബോധം വേണം. ദൈവസഭയിലെ ദൈവദാസന്മാർ അറിയാതെ ഒറ്റ മീറ്റിംഗ് ഒരുത്തൻ്റെ ഭവനത്തിൽ നടക്കരുത്. കേൾക്കുന്നുണ്ടോ? കുറെ എണ്ണ ഇറങ്ങിയൊക്കെ അങ്ങ് ശാപം മുറിക്കാം. എടോ, സകല ശാപവും പാപവും തോളിൽ ഏറ്റുവാങ്ങി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് പറയുക, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. ആ യേശുവിൻ്റെ ക്രൂശുമരണം കൊണ്ട് തീരാത്ത എന്തെങ്കിലും ശാപം ഇന്നും ശേഷിക്കുന്നെങ്കിൽ ക്രൂശുമരണം പരാജയമൊന്നല്ലേ അതിൻ്റെ അർത്ഥം? എന്തോ ബോധക്കിടക്കായി പറയും. ഇപ്പൊ കുറെ പേരങ്ങ് ഇറങ്ങിയൊക്കെ ശാപം മുറിക്കാൻ. ബാംഗ്ലൂർ അതിൻ്റെ ഹോൾസെയിൽ ഭൂതം ശാപം മുറിക്കുന്നു. അവിടുത്തെ ആ ജൂനിയർ ഭൂതങ്ങളെല്ലാം ഇങ്ങോട്ട് ഇറങ്ങിയത്. ഇപ്പൊ കൊട്ടാരക്കര ടിന്നുമോനും മുറിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയുക. ശാപം മുറിക്കുന്നു. ആമേൻ. കേൾക്കുന്നുണ്ടോ? ബാംഗ്ലൂർ ആയതിൻ്റെ മുതുഭൂതം കിടക്കുന്നു. ഇപ്പൊ അടുത്തിടയ്ക്ക് ഒരു വിഡ്ഢിത്തരം കൂടെ ഇപ്പൊ വീഡിയോയിലൂടെ പഠിപ്പിച്ചിറക്കിയേക്കുക. MA വർഗീസ് എന്നാ പേര്. മിണ്ടുന്നില്ലല്ലോ. ഇപ്പോഴാ നിങ്ങൾ മിണ്ടാത്ത സമയം അല്ലേ? മിണ്ടരുത്, ഇനി മിണ്ടരുത്. ഇനി ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി. ഈ ഇടയ്ക്ക് പഠിപ്പിക്കുക വീഡിയോയിലൂടെ. എന്താണെന്നറിയാമോ? നിങ്ങൾ ആരെങ്കിലും കേട്ടോ? വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം സദ്ദാം ഹുസൈൻ്റെ കാലത്ത് സംഭവിച്ചെന്ന് അറിഞ്ഞോ? നിങ്ങളാരും അറിഞ്ഞില്ലേ? കണ്ട ആ കൊച്ചു കണ്ട. നീ ആ കൊച്ചിനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും.
വെളിപ്പാട് ദൂരെയൊന്നും അല്ല, നാടൂര് പ്രസംഗിച്ച കാര്യമായി പറയുന്നേ. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം സദ്ദാം ഹുസൈൻ്റെ കാലത്ത് നടന്നു. തെളിവ് അന്ന് യോഹന്നാൻ എഴുതി വെച്ചില്ലയോ അഗാധകൂപം തുറന്നെന്ന്. എന്തുവാ ഈ അഗാധകൂപം? അന്ന് യോഹന്നാൻ 3 അടിയുള്ള കിണറേ കണ്ടിട്ടുള്ളൂ. പക്ഷേ സദ്ദാം കുഴിച്ച കിണറിൻ്റെ നീളം 7-8 കിലോമീറ്റർ ആഴമുണ്ട്. അപ്പം 3 അടി കണ്ട് ശീലിച്ച യോഹന്നാൻ എന്തോ വിളിക്കാനായി 7-8 കിലോമീറ്റർ കണ്ടിട്ട് അറിയത്തില്ലല്ലോ. ആർക്ക്? യോഹന്നാൻ അറിവില്ലെന്ന്. അതുകൊണ്ട് യോഹന്നാൻ എഴുതി വെച്ചു അഗാധകൂപമെന്ന്. അത് സദ്ദാം കുഴിച്ച കിണർ. ഇനി അടുത്തത്, അതിൽ നിന്ന് വെട്ടുക്കിളി പുറത്തു വന്നു. അപ്പോൾ വെട്ടുക്കിളി എന്തുവാ? അന്ന് യോഹന്നാന് വെട്ടുക്കിളി എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ. ഇന്ന് നമുക്കറിയാം ഹെലികോപ്റ്റർ. എൻ്റെ കയ്യിലുണ്ട് വീഡിയോ. യോഗം കഴിഞ്ഞ് പോവാൻ ഞാൻ കാണിച്ചു തരാം. ആമേൻ. വെട്ടുക്കിളി എന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ. ഏതായാലും എനിക്ക് നാളുകളായിട്ടൊരു സംശയം ഉണ്ടായിരുന്നു. ഈ യോഹന്നാൻ സ്നാപകൻ പിന്നെ വെട്ടുക്കിളിയും കാട്ടുതേനും കൊണ്ട് ഉപജീവനം കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ടായിരുന്നു, ഈ വെട്ടുക്കിളിയൊക്കെ തിന്നാൽ വിശപ്പ് മാറുമെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായി ഓരോ ഹെലികോപ്റ്റർ എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തോ മനസ്സിലായി? അപ്പം പൊങ്ങി വന്ന വെട്ടുക്കിളി എന്ന് പറയുന്ന ഹെലികോപ്റ്റർ. പിന്നെ സിംഹത്തിൻ്റെ മുഖമുള്ളൊരു കുതിര വന്നു. അത് നമുക്കറിയാം, പാറ്റൻ ടാങ്ക്. അവനെയൊക്കെ ഉണ്ടല്ലോ. ആമേൻ. ഡിഗ്രി ഉള്ളവൻ എന്ത് വിവരക്കേടും പറയാം. കവല പ്രസംഗിക്കുന്നവൻ സത്യം പറഞ്ഞാലാ ഭയങ്കര പിരിയം കുത്തളകുന്നത്. ആമേൻ. ശ്രദ്ധിച്ചു കേട്ടോണം. ആമേൻ. എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ആരെങ്കിലും മറുപടി, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം സദ്ദാം ഹുസൈൻ്റെ കാലത്ത് സംഭവിച്ചു എങ്കിൽ സഭ എന്ത് ചെയ്യും? സഭ എവിടെ? പ്രസംഗിച്ച പുള്ളി ഉൾപ്പെടെ പോയില്ലല്ലോ, ഇവിടെ കിടക്കുമല്ലോ. കളിയൊന്നും വല്ലതും മനസ്സിലാക്കിക്കോണം. ആമേ. കുറേ ലഘ്യം വന്ന്, ആയിരങ്ങൾ വന്ന് മറിയുന്ന ലഘ്യന്മാർ വന്ന് മറിയുന്നെന്നും പറഞ്ഞെന്നും ഇവിടെ ഒന്നും ഇതൊന്നും പറയണ്ട. ശ്രദ്ധിച്ചു കേട്ടോണം. ആമേ. ഇനി ഒരു വാദത്തിന് വേണേ പറയാം, പാസ്റ്ററേ സഭ മഹോപദ്രവത്തിലൂടെ പോകുമെന്നെങ്ങാണം ചിന്തിച്ചാണ് പുള്ളി പറഞ്ഞു പോയതെങ്കിലോ എന്നൊരു വാദത്തിന് പറയാം. എന്നാലും തീരുന്നില്ല വിഷയം. മഹോപദ്രവം 3.5 വർഷമേ ഉള്ളൂ. സദ്ദാം മരിച്ചിട്ട് വർഷം 8 പത്തായി. ഇപ്പൊ കാഹളം ഏതാ ഇപ്പൊ ഊതിക്കൊണ്ടിരിക്കുന്നത്? അതും കൂടെ പറ. കുറെ ശാസ്ത്രജ്ഞനെന്നും പറഞ്ഞു കുറെ അവന്മാരിറങ്ങിയിട്ടുണ്ട്, വിവരക്കേടും പറഞ്ഞു. ഫാൻസുകാരാന്ന് തോന്നുന്നു, മിണ്ടുന്നില്ല. അതുകൊണ്ട് ബോധക്കേടക്കം മാറ്റി വെച്ചോണം. കുറെ ഭൂതങ്ങൾ ഇങ്ങനെ ശാപം മുറിക്കാനും പൊട്ടത്തരവും വിഡ്ഢിത്തരവും പഠിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയേക്കുക. അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് അവസാനിക്കാത്ത ഒരൊറ്റ ശാപം ഇന്ന് നിലവിലില്ല. രക്ഷിക്കപ്പെട്ടവനെ സംബന്ധിച്ച്. രക്ഷിക്കപ്പെടാത്തവനെ സംബന്ധിച്ച് അവൻ ശാപത്തിന് കീഴിലാണെന്നോ അവൻ പാപത്തിന് കീഴിലാണെന്നോ പറഞ്ഞാൽ സമ്മതിക്കാം. പക്ഷേ രക്ഷിക്കപ്പെട്ട നിന്റെ ബന്ധനം വഴിക്കാനും നിന്റെ ശാപം വഴിക്കാനും ഇനി ഒരുത്തം വരണ്ട. നിനക്ക് പകരം ഒരുത്തൻ കാൽവരിയിൽ സകല ശാപവും സകല പാപവും അവിടെ മോചിപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് പ്രഖ്യാപിച്ചു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടു. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സിമ്പിളായ ഒരു ഉദാഹരണം ഞാൻ പറയാം. എന്തുവച്ചാ പേരെന്തു വച്ചാ? തോമസ്. ഈ തോമസ് എന്ന് പറഞ്ഞ ഈ പാസ്റ്റർ എന്ത് ചെയ്യുന്നറിയാമോ? 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. പുള്ളിക്ക് തിരിച്ചടയ്ക്കാൻ നിവർത്തിയില്ല. അവസാനം ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു. പുള്ളി ആകെ തളർന്നു പോയി. പുള്ളി വിചാരിച്ചു ഇനി എനിക്ക് ഈ ദേശത്ത് തല ഉയർത്തി ജീവിക്കാൻ ഒക്കത്തില്ല. അടുത്ത ശനിയാഴ്ച ജപ്തി നോട്ടീസ് വരും. ജപ്തി നോട്ടീസ് വരുന്ന അതേ മുഹൂർത്തത്തിൽ ഞാൻ ഈ ലോകത്ത് നിന്ന് ടാറ്റ പറയും. അങ്ങനെ പുള്ളി എന്ത് ചെയ്തു? മരിക്കാൻ തീരുമാനിച്ചു. പത്തനംതിട്ട ജില്ലയിൽ പോയി ഒരു ലോഡ്ജ് റൂം എടുത്ത് പുള്ളി അടുത്ത ശനിയാഴ്ച കാത്തിരിക്കുകയാണ്. തൂങ്ങിച്ചാകാനോ വിഷം കുടിക്കാനോ ഒക്കെ തീരുമാനിച്ച് എങ്ങനെ മരിക്കണമെന്നുള്ള ആലോചനയിൽ പുള്ളി ലോഡ്ജിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. തോമാച്ചൻ പാസ്റ്റർ. ഈ വിവരം ആരറിഞ്ഞെന്നറിയാമോ? അച്ഛൻ്റെ പേരെന്തു വെച്ചാൽ വർഗീസ് പാസ്റ്റർ അറിഞ്ഞു. ഏത്? ഈ തോമാച്ചൻ്റെ അവസ്ഥ ആരറിഞ്ഞു? വർഗീസ് പാസ്റ്റർ അറിഞ്ഞിട്ട് വർഗീസ് പാസ്റ്റർ എന്ത് ചെയ്തു? തോമാച്ചൻ്റെ പേരിൽ ഈ ബാങ്കിലുണ്ടായിരുന്ന സകല കടവും ആര് പോയി അങ്ങ് വീട്ടി? പറ. വർഗീസ് പോയി അങ്ങ് വീട്ടി. ഇപ്പൊ തോമാച്ചൻ ഫ്രീ ആയോ? 100% ഫ്രീ ആയി. ഇനി അന്തസ്സായിട്ട് ഇവിടെ തല ഉയർത്തി നടക്കാം. ഒരു ബാങ്കുകാരും ഒന്നും പറയത്തില്ല, അല്ലേ? അപ്പം പക്ഷെ ഈ വിവരം ആരറിയുന്നില്ല? തോമാച്ചൻ അറിയുന്നില്ല. തോമാച്ചൻ ഇപ്പോഴും ലോഡ്ജി ഇരുട്ടുമുറിയിൽ ഒളിച്ചിരിക്കുക. എങ്ങനെയും ആ ദിവസം തൂങ്ങിച്ചാ മരിക്കാനിരിക്കുക. ഈ മരിക്കാനിരിക്കുന്നവനെ രക്ഷിപ്പാൻ കടം വീട്ടിയ വർഗീസ് എന്ത് ചെയ്തെന്നറിയാമോ? ആമേ 3ാമതൊരാളെ വിളിച്ചു. XOR Y കറിയാച്ചനെ വിളിച്ചു. കറിയാച്ചനെ വിളിച്ചിട്ട് വേണ്ട കറിയാ, ആ തോമായുടെ പേരുള്ള സകല കടവും ഞാൻ വീട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇനി അവൻ അന്തസ്സായിട്ട് ഈ പട്ടണത്തിൽ ഇറങ്ങി നടക്കാം. ഈ നല്ല വാർത്ത, ഈ ഗുഡ് ന്യൂസ്, ഈ സുവിശേഷം നീ പോയി അവനോട് പറ. പക്ഷെ ഒരു കാര്യം കൂടെ നീ പറഞ്ഞോണം, ഇനിയെങ്കിലും ബോധമില്ലാതെ കടമേടിക്കരുത്. ഇനിയൊക്കെ മര്യാദയ്ക്ക് ജീവിക്കണം. ഇനി ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ പോയി ഇതൊക്കെ എടുത്തു വെച്ചും റോള് മറിച്ചും തിരിച്ചും ഈ ഗതി ഉണ്ടായ പോലെ ഇനി ഉണ്ടാകരുത്. ഇനി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചും നോക്കിയും കണ്ടും ഒക്കെ ജീവിക്കാൻ അവനോട് പറഞ്ഞേക്കണം കേട്ടോ. പോയി പറയാൻ പറഞ്ഞു. ഈ നല്ല വാർത്ത അറിയിക്കാൻ ആരെ വിട്ടു? കറിയാച്ചനെ വിട്ടു. കറിയാച്ചൻ പത്തനംതിട്ട ലോഡ്ജി വന്നു. കോളിംഗ് ബെൽ അടിച്ചു. ഉടനെ തോമാച്ചൻ പയ്യെ ഡോറ് തുറന്നു. ഉടനെ കറിയാച്ചൻ, തോമാച്ചനല്ലേ? അതെ. കടഭാരം ഉണ്ടല്ലേ?
എന്തുകൊണ്ടെന്ന്? തകർന്നിരിക്കുന്ന അനുഭവം, തിരിച്ചടയ്ക്കാൻ കഴിയാതെ ബന്ധനത്തിലകപ്പെട്ടിരിക്കുന്നു, മരണം കാത്തിരിക്കുന്നു. അതൊരു ബന്ധനമാണ്. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ആ വിഷയത്തെ കഴിക്കാം. എടാ, ഒരുത്തനെ അഴിച്ചു, അത് പറയാനായി ഇവനെ വിട്ടത്. ഇവൻ വന്ന് പിന്നെ അഴിക്കാൻ നോക്കുക. തലേ കയറുന്നോ വല്ലോ? കാൽവരിയിൽ ഒരുത്തൻ നിനക്ക് വേണ്ടി സകല പാപവും സകല ശാപവും സ്വന്തം ചുമലിൽ ഏറ്റുവാങ്ങി നിന്റെ സകല ആഭിചാരത്തിനും മന്ത്രവാദത്തിനും ക്ഷുദ്രത്തിനും നിനക്കെതിരെ ശത്രു ഒരുക്കിയ സകലതിനും പരിഹാരം വരുത്തുവാൻ എൻ്റെ കർത്താവ് നിനക്ക് പകരം കാൽവരിയിൽ യാഗമായി. ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പ്രഖ്യാപിച്ചു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് വായിക്കോ, അതുകൊണ്ട് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. എന്താ ചെയ്യണം? എന്താ വേണം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. സ്നാനം കഴിപ്പിക്കാനോ? അതാരുടെ കൽപ്പന? ഉണ്ടെന്നില്ല. ആരുടെ കൽപ്പന? യേശുവിന്റെ കൽപ്പന അല്ലയോ? പക്ഷേ ഇത് പെന്തിക്കോസുകാരുടെ പരിപാടിയാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഈ സ്നാനം പെന്തിക്കോസുകാരുടെ കൽപ്പന അല്ലടോ. സ്നാനം നിനക്ക് വേണ്ടി പ്രാണനെ തന്ന, നിനക്ക് വേണ്ടി യാഗമായി തീർന്ന, നിനക്ക് വേണ്ടി ഉഴവുചാല് പോലെ കീറപ്പെട്ടവനായ നിന്റെ കർത്താവിന്റെ കൽപ്പനയാ സ്നാനം കഴിപ്പിക്കണം. കേൾക്കുന്നുണ്ടോ? ഞാൻ അത് പറയുമ്പോൾ ഓർമ്മ ഒരു സംഭവം പറയാം. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഈ സ്നാനം പ്രസംഗിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഒരു അച്ചായൻ എൻ്റെ അടുക്ക, മോനെ മുസ്ലിം എന്നൊക്കെ വന്നില്ലയോ, 13 വർഷമായുള്ളൂ, ഇത്രയും വർഷം കൊണ്ടൊക്കെ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? ഞങ്ങളിപ്പോഴും ബൈബിൾ തുറന്ന് നോക്കിയാൽ പുക പോലെ തോന്നുന്നു. ക്രിസ്ത്യാനി എന്നൊക്കെ പേരേ ഉള്ളൂ, ഒന്നും മനസ്സിലാകത്തില്ല. ഇവിടെ എന്നാലും പിന്നെ എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്, പറയാവോ? ഞാൻ പറയും പിന്നെ ജനാധിപത്യം വലിയ ധൈര്യമായിട്ട് പറയാച്ചാ. നിങ്ങൾ എവിടെ പ്രസംഗിച്ചാൽ ഈ ഉപദേശിമാരുടെ ഒരു പരിപാടി അവസാനം സ്നാനത്തിൽ കൊണ്ടേ നിർത്തത്തോളൂ. ഞാൻ പറയാം, അതിനിപ്പോൾ എന്താ വെച്ചാൽ യേശുവിൻ്റെ കൽപ്പനയല്ലോ. മോനെ, യേശു ആരെയും സ്നാനപ്പെടുത്തി വെച്ചില്ല. എന്താന്ന്? യേശു ആരെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഈ സ്നാനം ഇത്ര പിടിക്കുന്നത്? ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, യേശു സ്നാനപ്പെടുത്തിയിട്ടില്ലയോ? ഇല്ല. അങ്ങനെ ബൈബിളിലുണ്ടോ? പിന്നെ മൊത്തമൊക്കെ വായിക്കണ്ടേ? ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്നാ കാണണം. യോഹന്നാൻ 4:2 കിടക്കുന്നുണ്ട്. യോഹന്നാൻ 4:2 കിടക്കുവാന്ന്. എന്നാ പിന്നെ അത് അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. വായിച്ചോടാച്ചാ. യോഹന്നാൻ 4:2. യേശു യോഹന്നാനേക്കാൾ അധികം 2 ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. ഒന്നുകൂടെ വായിച്ചേ. ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. അയ്യോ, കഴിപ്പിച്ചില്ല താനും. നിങ്ങളുടെയൊക്കെ ബൈബിളിലും അങ്ങനാണോ? ഉണ്ടെന്നില്ല തന്നെ. അയ്യോടാ, അപ്പൊ അച്ചായൻ പറഞ്ഞ ശരിയാണല്ലോ. ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും എന്ന്. കണ്ട 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 ഞാൻ പറഞ്ഞ കണ്ട്. അതാ പറഞ്ഞു. മൊത്തമൊക്കെ വായിക്കണം കേട്ടോ. എന്നാ ശരി, എന്നാ ഓക്കെ. ഹലോ, അങ്ങനെ പോയാലോ? ഇങ്ങോട്ട് വായിച്ച അച്ചായൻ 4:2 കൊണ്ട് വന്നേല്ലേ അവിടെ ഇരി. എനിക്ക് പറയാനുള്ളതും കൂടെ അങ്ങോട്ട് കേക്ക്. റേഡിയോ ഒന്നും അല്ലല്ലോ, ഇങ്ങോട്ട് പറയുന്നത് മാത്രം കേൾക്കാം, അങ്ങോട്ടൂടെ കേൾക്കാം. ഏതാ ഈ 3 കഴിഞ്ഞാണോ 4, അതോ 4 കഴിഞ്ഞാണോ 3? എങ്ങനെയാ മലയാള സാറ് പഠിപ്പിച്ചേ? അപ്പൊ ആർക്കറിയാത്ത 3 കഴിഞ്ഞല്ലോ 4 ആണോ? എന്നാ നമുക്ക് 3:22 തുടങ്ങിയേച്ച് 4 വരാം. നിർത്തി ഉറക്കെ ഒന്ന് വായിച്ചു കൊടുത്തേ. 3:22. യോഹന്നാൻ 3:22. അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി നിർത്തി വായിച്ച. അതിന്റെ ശേഷം യേശു ആരാ ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറ. ഉറപ്പാണേ? ഇനി ഞാൻ പോയി കഴിഞ്ഞിട്ട് അത് യേശുവിന്റെ വല്യമ്മച്ചിയുടെ മോനാന്ന് ആരും വ്യാഖ്യാനിക്കരുത്. യേശു ശിഷ്യന്മാരുമായി വായിക്ക. യഹൂദ്യ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. ആര്? യേശു. എന്തോ ചെയ്തോണ്ടിരുന്നത്? എന്താ മുടി വെട്ടിക്കൊണ്ടിരുന്നു? സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. ആര്? യേശു. ഇതിൽ അങ്ങേര് കണ്ടില്ല, രണ്ടും കൊണ്ട് നടക്കുക. കേൾക്കുന്നുണ്ടോ? യേശു യഹൂദ്യാദേശത്ത് വന്ന ശിഷ്യന്മാരോട് കൂടെ
അവരെ കൊണ്ട് സ്നാനം കഴിപ്പിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. തീർന്നില്ല, അടുത്ത വാക്ക്. യോഹന്നാനും ശലേമിനരികെ ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ യേശു യഹൂദിയെ സ്നാനം കഴിപ്പിക്കുന്നു, യോഹന്നാൻ ഐനോനി സ്നാനം കഴിപ്പിക്കുന്നു. ചുരുക്കത്തിൽ 2 സ്ഥലത്ത് എന്ത് നടക്കുന്നു? ഉറക്കപ്പറ. സ്നാനം. ക്ലിയർ ആണ്? അടുത്ത വാക്യം. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. അതൊന്നുകൂടെ വായിച്ച. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ സ്നാനപ്പെടാൻ കിണ്ടിയിലെ വെള്ളം പോരാ. ഉണ്ടെന്നില്ല. അയ്യോടാ, ഒന്നുകൂടെ വായരുത്. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ പെന്തിക്കോസുകാർ വെള്ളമുള്ള സ്ഥലം തപ്പി നടക്കുന്നത്. ഏതല്ലേ എരുമയെ കുളിപ്പിക്കുന്ന കുളവാ? ഓ, അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു വാദത്തിന് ചിലർ പറയും, പാസ്റ്ററേ അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നെന്ന് എഴുതിയിട്ടുണ്ട്, ശരിയാ. പക്ഷെ ആ വെള്ളത്തിൽ ഇറങ്ങിയാണോ അതോ കോരിക്കൊണ്ട് കരയെ കൊണ്ടുവന്ന് തളിച്ചയാണോ എന്നൊന്നും നമുക്ക് ഉറപ്പില്ലല്ലോ. ഉറപ്പിക്കാലോ. എവിടെ? മത്തായി 3:13. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻകര അവൻ്റെ അടുക്കൽ വന്ന് യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ചതിന്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടത് ഉചിതം, ഇപ്പോൾ സമ്മതിക്കുക എന്നാറേ അവനെ സമ്മതിച്ചു. അടുത്ത വാക്ക്. യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. നിൽക്കട്ടെ. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. ചോദ്യം, വെള്ളത്തിൽ നിന്ന് കയറണമെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം. ഇറങ്ങാതെ എങ്ങനെ കയറും? ഉണ്ടെന്നില്ല. ആനപ്പുറത്തുനിന്ന് ഇറങ്ങണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? കയറണം. കയറാതെ എങ്ങനെ ഇറങ്ങും? വെള്ളത്തിൽ നിന്ന് കയറി എന്ന് പുസ്തകത്തിലുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങി. ഇറങ്ങാതെ എങ്ങനെ കയറും? അപ്പൊ അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങി തന്നെയാണ് എന്ത് നടന്നത്? സ്നാനം നടന്നത്. ഇനി വേറെ ആരെങ്കിലും ഇറങ്ങിയതായിട്ട് തെളിവുണ്ടോ? ഉപദേശി ഉണ്ട്. വീട്ടിൽ പോയി വായിക്കണം, സമയമില്ല. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഐത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, അന്നത്തെ ഭാഷയിൽ സകല ഭണ്ഡാരത്തിനും മേൽ വിചാരകനായിരിക്കുന്ന ഷണ്ണൻ എന്ന അധികാരിയെ പുള്ളി എവിടെ പോയിട്ട് വരുവാന്ന് വായിച്ചിട്ടുണ്ടോ? എവിടെ പോയിട്ട് വരുവാ? പുള്ളി യെരുശലേമിൽ പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞ് വരികയാണെന്ന് എഴുതിയിരിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? അപ്പൊ ആള് പള്ളിയിൽ പോയി നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുർബാനയൊക്കെ അടിച്ചുകൊണ്ട് വരിക. പക്ഷേ സുവിശേഷം കേട്ടത് ആരെ കണ്ടപ്പോഴാ? ഉപദേശിയെ കണ്ടപ്പോഴാ. അതങ്ങനെ പള്ളിയിൽ പോയിച്ചൊക്കെയാ വരുന്നത്. പക്ഷേ സുവിശേഷം കേട്ടത് ആരെ കണ്ടപ്പോഴാ? ഉപദേശിയെ കണ്ടപ്പോഴാ. നിങ്ങൾ വായിച്ചിട്ടില്ലയോ? പള്ളിയിൽ പോയിച്ച് തിരിച്ചു വരുന്ന വഴി പുള്ളി എന്ത് ചെയ്തു? വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ബൈബിൾ തുറന്ന് വായിച്ചു. ചിലരങ്ങനെ പള്ളിയിൽ പോകുന്നതിന് അന്നെങ്കിലും വായിക്കാറുണ്ടല്ലോ. അങ്ങനെ വായിച്ചപ്പോൾ കിട്ടിയ ഭാഗം ഏതാ? അറക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെയും രോമം കത്തിരിക്കുന്ന മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെയും വായി തുറക്കാതിരുന്നു എന്നൊക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ വരിക. അപ്പോൾ ആ ഫിലിപ്പോസ് ഉപദേശി അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, സാറ് വായിക്കുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ പുള്ളി പറഞ്ഞു, അത് ആടിനെ അർത്ഥം എന്നൊക്കെ പറയുന്നു, ഇറച്ചി എവിടെ കിട്ടുമെന്തോ. പുള്ളിക്കൊന്നും മനസ്സിലാകുന്നില്ല. പുള്ളി പറഞ്ഞ ഭാഗം ഇങ്ങനെയാണ്: അത് ഉപദേശി ആരെങ്കിലും പൊരുൾ ധരിച്ചു തരാതിരുന്നാൽ എങ്ങനാ ഇതൊക്കെ അറിയുന്നത്? എന്നാൽ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ഇങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. വണ്ടിയിലോട്ട് ഇരുന്നു. ഒന്നിച്ചു വഴി പോകുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്കുണ്ട്. ആമേൻ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അപ്പൊ ആള് പള്ളിയിൽ പോയിട്ട് വരികയാണെങ്കിലും സുവിശേഷം കേട്ടത് ഉപദേശിയെ കണ്ടപ്പോഴല്ലേ. മനസ്സിലായോ? അവരങ്ങനെ പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലം കണ്ടു. അപ്പൊ സ്നാനത്തെക്കുറിച്ച് ഉപദേശി പറഞ്ഞിരിക്കണം, പറയാതെ എങ്ങനെയാ ഷണ്ണൻ അറിയുന്നത്? അപ്പൊ വെള്ളമുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ ഷണ്ണൻ ചോദിക്കുകയാണ്, അയ്യോ അങ്ങനെയാണ്, എനിക്ക് സ്നാനപ്പെടണമല്ലോ, കുളം, എനിക്ക് സ്നാനപ്പെടണം, വല്ല തടസ്സമുണ്ടോ? ഫിലിപ്പോസ് ചോദിച്ച ചോദ്യം ഒറ്റ ചോദ്യമേ ഉള്ളൂ: സ്നാനപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്ന നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവോ? അപ്പോൾ സ്നാനപ്പെടേണ്ട വ്യക്തി ആരാണോ അവൻ വിശ്വസിക്കണം യേശു എനിക്ക് പകരം മരിച്ചു എന്ന്. അവൻ നീ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഷണ്ണൻ എന്നാ പറഞ്ഞത്? അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പ്രായമായിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് പകരം എൻ്റെ വല്യപ്പച്ചനോ മുട്ടച്ചനോ എന്താണ്ടൊരു പേര് പറയുമല്ലോ, എന്താണ്ടൊരു അപ്പച്ചൻ വിശ്വസിച്ചോളും എന്നല്ല പറഞ്ഞത്. അങ്ങനെയാണോ പറഞ്ഞത്? അല്ലല്ല. ഷണ്ണൻ പറഞ്ഞു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. ആമേൻ. അടുത്ത വാക്ക്, അവരിരുവരും വെള്ളത്തിലിറങ്ങി. അപ്പൊ സ്നാനപ്പെടേണ്ടയാളും സ്നാനപ്പെടുത്തിയയാളും രണ്ടുപേരും വെള്ളത്തിലിറങ്ങി. കാരണം അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു.
അപ്പൊ സ്നാനം നടക്കേണ്ടത് വളരെ വെള്ളം വേണം. സ്നാനപ്പെടേണ്ട 2 വ്യക്തികളും വെള്ളത്തിലിറങ്ങണം. അല്ല ഉപദേശി, ഞങ്ങൾ ഇന്ന ഭാഗം വായിച്ചപ്പോൾ അവിടെ തളിച്ചത് കണ്ടു, അതുകൊണ്ടാണ് ഞങ്ങൾ തളിക്കുന്നതെന്ന് ഒരു കുറിവാക്യം, അരവാക്യം, മുറിവാക്യമെങ്കിലും കൊണ്ടുവരാമെങ്കിൽ ഈ പരിപാടി മാറ്റിവെച്ച് അങ്ങോട്ട് വരാൻ വകുപ്പില്ല. പുസ്തകത്തിൽ അങ്ങനെയില്ല. ആമേൻ. തീർന്നില്ല. യോഹന്നാനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആമേൻ. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. 3:22 താഴോട്ട്. ആളുകൾ വന്ന് സ്നാനമേറ്റു. അതൊന്നുകൂടെ വായിച്ചേ. അത് പെന്തിക്കോസുകാർക്കുള്ള ദൂത. ആളുകൾ വന്നു സ്നാനം ഏറ്റു. ആളുകൾ വന്ന് സ്നാനമേറ്റു. എങ്ങനെ? വന്ന് സ്നാനമേറ്റു. പിടിച്ചു വലിച്ചു മുക്കിന്നല്ല. ആരും പിടിച്ചു വലിച്ച് എന്ത് ചെയ്യരുത്? മുക്കരുത്. കാര്യം കറ തീർത്ത് പറഞ്ഞു കൊടുക്കണം. രക്ഷ ഇങ്ങനെയാ, സ്നാനം ഇങ്ങനെയാ, ഇതല്ലാതെ ഒരു വകുപ്പുമില്ല. കാര്യം കറ തീർത്ത് പറഞ്ഞു കൊടുക്കണം. അത് ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ട് അത് എനിക്ക് മനസ്സിലായി, എനിക്ക് എത്രയും പെട്ടെന്ന് സ്നാനപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നവനെ സ്നാനം കഴിപ്പിക്കണം. അല്ലാതെ ആരെ പിടിച്ചു വലിച്ച് മുക്കരുത്. അങ്ങനെ മുക്കിയതിൻ്റെ ഫലമായി ഇപ്പം നാട്ടുകാർ ചിരിക്കുന്നത്. ഓ ലവനും ബന്ധിക്കോസാ ഇരിക്കുന്നു കള്ള് ഷാപ്പി. എന്തിനാ ഇത് പറയിക്കുന്നത്? എണ്ണം തയ്ക്കാനൊന്നും മുക്കരുത്. ഈ ദിവസം ഞങ്ങളുടെ വീട്ടിനടുത്ത് രാജു എന്ന് പറഞ്ഞൊരു അച്ചാനും വഴി പോയപ്പോൾ ഒന്ന് കയറിയതാ. പുള്ളി തെങ്ങും ചാരി ഒന്ന് വലിച്ചുകൊണ്ടിരിക്കുക. എന്നെ കണ്ടപ്പോൾ ഒരു വെപ്രാളം എല്ലാം എടുത്ത് കളഞ്ഞു. ഞാൻ ചെന്ന് ചോദിച്ചു, എന്തു ഒരാഴ്ചയായി കാണിച്ച്? നിങ്ങൾ സ്നാനപ്പെട്ട മനുഷ്യനല്ലയോ? ഓ സ്നാനപ്പെട്ടു. ഭാഷ ഞാൻ പറയും സ്നാനപ്പെട്ടല്ലയോ? ഓ ഞാൻ അവിടെ കണ്ട് കിടന്ന് ഉറങ്ങിയതാണ്. പാസ്റ്റർ ഇങ്ങോട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്ന് 6 പേര് സ്നാനപ്പെടുന്നുണ്ട്. 6 പിശാചിൻ്റെ സംഖ്യ, 7 ദൈവത്തിൻ്റെ സംഖ്യ. അതുകൊണ്ട് 7 തയ്ക്കാൻ ഇങ്ങോട്ട് വരാൻ. ഉറങ്ങിക്കിടന്നവനെ 7 തയ്ക്കാൻ പിടിച്ചോണ്ട് പോയി മുക്കിയത്. അങ്ങനൊന്നും ആരെയും മുക്കരുത് കേട്ടോ. ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് പെരുങ്കടവിള കുളത്തിൽ ഒരുത്തൻ അരനിക്കർ വിട്ടുകൊണ്ട് 60 പേരെ മുക്കി. 60 പേരെ മുക്കി. ഒരുത്തൻ മുങ്ങി പൊങ്ങിയിട്ട് പറച്ച് അടുത്ത മുറുക്കാൻകടയിൽ ചെന്നിട്ട് ഒരു വിൽസ്. എന്നാ പരിപാടിയാ ഇതൊന്നും കൊണ്ട് നടക്കരുത്. അപ്പേ കാര്യം കറ തീർത്തു നീ പറ. ഇന്ന് നേരെ തിരിച്ചാ. പറയാൻ പേടി, പറയത്തില്ല. പറഞ്ഞാൽ അങ്ങ് പോയാലോ? നീ ആദ്യം പറയാനുള്ള കറ തീർത്തു പറ. പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ട് രംഗത്ത് വരുന്നവനെ സ്നാനം കഴിപ്പിക്കണം. അതുകൊണ്ടാ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്റർ ഈ ഒരു ആഹ്വാനം ഒക്കെ ചെയ്യാത്ത എന്താ ലാസ്റ്റ് ഒരു കൈ പൊക്കാനോ? ഞാൻ ഒരാളെ കൈയും കാലും ഒന്നും പൊക്കിക്കത്തില്ല. കാര്യം കറ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നീ നിത്യതയിലെത്തി. അല്ലെ നീയും നിന്റെ കുടുംബവും പോയി തീ കിടന്ന് പുഴുവിനെ എണ്ണി കളിക്കുക. എനിക്കേതാണ്ട് നീ പോയി അനുഭവിച്ചോ. മനസ്സിലായോ? ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഞാനല്ലാതെ ആർക്ക് വേണം കൈ പൊക്കുക? എന്തിനായി കൈയും കാലും പൊക്കിയിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ കൺവെൻഷനും കൈ പൊക്കാൻ വേണ്ടി മെനക്കെട്ട് പോകുന്ന കുറേ അമ്മച്ചിമാർ ബന്ധിക്കോസിലുണ്ട്. അവർ കൈ പൊക്കും. സംഘാടകർക്ക് സന്തോഷമാണ്. എന്തിനാ? 10 ലക്ഷം രൂപയുടെ കണക്കും പറഞ്ഞ് എന്തുവാ അമ്പലക്കാർക്ക് ഉത്സവമുണ്ട്, പള്ളിക്ക് പെരുന്നാളുണ്ട്, നമുക്ക് മാത്രം ഒന്നുമില്ലല്ലോ എന്നുള്ള വിഷമം തീർക്കാൻ വർഷാവർഷം ഒരു ജനറൽ കൺവെൻഷൻ 10 ലക്ഷം രൂപ ചെലവ്. എന്തുവാവും ഗുണം? സ്വദേശം വിദേശം ഉള്ളവരെല്ലാം കൂടെ തിന്നു കുടിച്ച് പോകും. പിന്നെ 4 കല്യാണാലോചന നടക്കും മാവിൻ്റെ ചവിട്ടി. എല്ലാം എന്തുവാ? അത് കഴിഞ്ഞ് 5-6 അമ്മച്ചുമാർ കൈ പോകും. എന്തോ പിന്നെ ഗുഡ് ന്യൂസ് അടുത്ത ആഴ്ച വരും. 14 സ്നാനം നടന്നു. പക്ഷേ അങ്ങനെയൊന്നും പറയരുത്. 14 പേര് സ്നാനപ്പെട്ടു. ആരാ? ലോക്കൽ സഭയിൽ സ്നാനപ്പെടാതിരുന്ന പിള്ളേരെ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒന്നിച്ചു മുക്കി. സ്നാനം നടന്നു. അല്ലാതെ ആരും രക്ഷിക്കപ്പെട്ട കാര്യത്തിലൊന്നുമില്ല. 10 ലക്ഷത്തിൻ്റെ ചെലവ് പോയി വല്ല ഓലി നോക്ക്. മനസ്സിലാക്കുന്നുണ്ടോ? അതുകൊണ്ട് കാര്യം കറതീർത്ത് പറ. ജനം രക്ഷിക്കപ്പെടും, സ്നാനപ്പെടും. കാര്യം അവർക്ക് മനസ്സിലാകണം. ആരെങ്കിലും പറയാതെ എങ്ങനെയാ മനസ്സിലാകുന്നത്? അതുകൊണ്ട് കാര്യം കറതീർത്ത് പറയണം. നോക്ക്, ആളുകൾ വന്ന് സ്നാനമേറ്റു. അടുത്ത വാക്ക് വായിച്ചോട്ടോ. അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല. നമുക്കറിയാം, തടവിലാക്കിയെങ്കിൽ പുള്ളി അവിടെ മുക്കത്തല്ലോ. വായിച്ചോ. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ച് ഒരു വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട് റബി, യോർദാൻ അക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ അതാരാ? നിക്കട്ടെ, നീ സാക്ഷി. യോർദാൻ അക്കരെ നിന്നോട് കൂടെ ഇരുന്നവൻ അതാരാ? പറഞ്ഞേ. യോർദാൻ അക്കരെ യോഹന്നാന്റെ കൂടെ ഇരുന്നവൻ ആരാ? യേശു. തെളിവ് വേണോ? തെളിവ്. അടുത്ത വാക്ക്. നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ. യോഹന്നാൻ സാക്ഷീകരിച്ച ആരെയാ? എന്റെ പിന്നാലെ ഒരു വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറെടുപ്പാൻ ഞാൻ യോഗ്യനല്ലത്. യോഹന്നാൻ സാക്ഷീകരിച്ച ആരെ? യേശുവിനെ. ആ യേശു തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു. എന്ത് ചെയ്തു? ആര്? യേശു. ഇതിൽ അങ്ങേര് കണ്ടില്ല, രണ്ടും കൊണ്ട് നടക്കുകയാണ്. മനസ്സിലായോ? പള്ളിയിൽ നിന്ന് കിട്ടിയതായി 2, അത് ചുമന്നുകൊണ്ട് നടക്കുക. കേട്ടോണം. അപ്പം നിങ്ങൾക്കൊരു ചിന്ത വരും, പിന്നെന്താ ഭാഷ ആ 2-ാം വാക്യം അങ്ങനെ എഴുതിയെന്ന് അല്ലേ? അതിലോട്ടല്ലേ ഞാൻ വരുന്നത്. നിങ്ങൾ ബേജാറാണ്ടിരിക്കുക. 4-ന്റെ 1 വായിക്കും. 4-ന്റെ 1. യേശു യോഹന്നാനേക്കാൾ
അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നുവെന്ന് പരീശന്മാർ കേട്ടു. നിൽക്കട്ടെ, ഇപ്പൊ യോഹന്നാനേക്കാളും അധികം പേരെ ആര് സ്നാനം കഴിപ്പിക്കുന്നു? യേശു. ഇതിൽ അങ്ങേര് കണ്ടില്ലേ? യേശു യോഹന്നാനേക്കാളും അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് ആര് കേട്ടു? പറ. പരീശന്മാര് കേട്ടു. ഇതാരറിഞ്ഞു? വായിക്കേ. പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ. പരീശന്മാരുടെ കാതിൽ വിവരം എത്തി എന്ന് ആരറിഞ്ഞു? കർത്താവ് അറിഞ്ഞപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. എപ്പോഴാ പരീശന്മാരുടെ കാതിൽ വിവരം എത്തി എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ പിന്നെ ശിഷ്യന്മാരല്ലാതെ യേശു ആരെയും സ്നാനം കഴിപ്പിച്ചില്ല. അതിന്റെ കാരണം അറിയണ്ടേ? അടുത്ത വാക്യം. അവൻ യഹൂദ്യദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. ആൾ അവിടുന്ന് പോവുക മാമേ, പിന്നെങ്ങനെ മുക്കുന്നേ? 3:22 യേശു യഹൂദ്യാദേശത്ത് വന്നു. 4:3 യേശു യഹൂദ്യാദേശം വിട്ടു. ഇതിനിടയ്ക്കുള്ള സംഭവമാണ് ഇത്രയും സംഭവം. മനസ്സിലായില്ല? ഞാനൊരു ഉദാഹരണം പറയാം. പിന്നെ തോമാച്ചൻ പാസ്റ്റർ പത്തനംതിട്ടയിൽ സ്നാനം കഴിപ്പിക്കുന്നു, ഷമീർ പാസ്റ്റർ റാന്നിയിൽ സ്നാനം കഴിപ്പിക്കുന്നു. അവിടെ യേശുവും യോഹന്നാനും, ഇവിടെ തോമാച്ചനും ഷമീറും. ക്ലിയർ ആണേ? തോമാച്ചൻ പാസ്റ്റർ പത്തനംതിട്ടയിൽ സ്നാനം കഴിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ പേരെ ഷമീർ റാന്നിയിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് ആര് കേട്ടു? അവിടെ പരീശന്മാർ, ഇവിടെ മുസ്ലിങ്ങൾ കേട്ടു അല്ലേ? ഈ വാർത്ത ആരറിഞ്ഞു? അവിടെ യേശു, ഇവിടെ ഷമീർ അറിഞ്ഞപ്പോൾ പിന്നെയും അവിടെ ഇരുന്ന് മുക്കി അടി മേടിക്കാതെ പാർഷന്മാരെ അതിലോട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ അങ്ങ് കൊല്ലത്ത് പോയി. എന്തോ മനസ്സിലായി? ഇപ്പോഴാ കാര്യം മനസ്സിലായില്ലയോ? ഇത്രയേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? അപ്പൊ ചിലർ വേണം വാദത്തിന് ചോദിക്കും, അതെന്തോ പാർഷ അടിമേടിക്കാന്ന് പറഞ്ഞ് അവന്റെ നാഴിക അതുവരെ വന്നിട്ടില്ലായിരുന്നു. പലപ്പോഴും അവരവനെ പിടിക്കുവാൻ നോക്കി, കല്ലെറിയുവാൻ നോക്കി, തള്ളിയിട്ട് കൊല്ലാൻ നോക്കി. അവനോ അവരുടെ ഇടയിൽ നിന്ന് മറഞ്ഞുപോയി പുറപ്പെട്ടു പോയി. എന്നാൽ ഗെത്സമനയുടെ തോട്ടത്തിൽ പന്തവും വാളും വടിയുമായി വന്ന പടയാളികളുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, നാഴിക വന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു, നാഴിക വന്നിരിക്കുന്നു. ആമേൻ. അതിന്റെ ഇടയ്ക്കൊന്ന് രണ്ടും കൊണ്ട് നടക്കണ്ട അച്ചാച്ചാ, നീ സ്നാനപ്പെട്ടേ തീരൂ. വേറെ ഒരു വകുപ്പുമില്ല. മനസ്സിലാകുന്നുണ്ടോ? കാര്യം നിനക്ക് വേണ്ടി പ്രാണനെ തന്ന യേശുവിന്റെ കൽപ്പന. മത്തായി 28:18 മടങ്ങി വരാം. യേശുവിന്റെ കൽപ്പനയിലേക്ക്. ആമേൻ. പുറപ്പെട്ടു പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. വായിച്ചുവിട. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. നോക്ക്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. യേശു അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടെങ്കിൽ ഞാനും ഫുൾ സ്റ്റോപ്പ് ഇട്ടേനെ. ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല. സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അപ്പൊ സ്നാനപ്പെട്ടവൻ എന്തു വേണം? ഉറക്കെ പറ. ഉപദേശം വേണം. ചിലർ പറയുന്നത് അങ്ങനല്ല. മാമ മുങ്ങിയ വെള്ളത്തിൽ മുങ്ങി സ്നാനം, മുഴുകൽ സ്നാനമാണോ എടുത്തേ? ഇനി എവിടെയെങ്കിലും ചെന്ന് കയറിക്കോ, കുഴപ്പമില്ല. എന്താന്ന് സ്നാനപ്പെട്ടോ? ഇനി എവിടെ ചെന്ന് കയറി. സ്നാനപ്പെട്ടവൻ എവിടെങ്കിലും ചെന്ന് കയറാൻ വകുപ്പില്ല. സ്നാനപ്പെട്ടവൻ ഉപദേശത്തിന്റെ കീഴിലാണ്. ഉപദേശം വേണോ? ഉപദേശം ഉള്ളിടത്ത് നീ പോയേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് സ്നാനപ്പെട്ടവൻ വേർപെട്ട് ദൈവത്തെ ആരാധിക്കണം. ഉപദേശം ഉള്ള സഭയിൽ പോകണം. ഉപദേശത്തെ കത്രിയ വെക്കുന്നിടത്ത് പോകരുത്. ഉപദേശം ഉള്ളിടത്ത് പോകണം. ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. ഈ ഇടയ്ക്കൊരു ന്യൂ ജനറേഷൻ പ്രസംഗകൻ ഇന്റർനെറ്റിൽ കൂടെ പറഞ്ഞൊരു വാക്ക്, രക്ഷ സൗജന്യമല്ലേ, സ്നാനം സൗജന്യമല്ലേ, രക്ഷയും സ്നാനവും ഒക്കെ സൗജന്യമാണ്. സൗജന്യമായി കിട്ടിയ രക്ഷയും പറഞ്ഞ് വിശ്വാസികളെ വിളിച്ച് പള്ളിയിലിരുത്തിയിട്ട് അവർ പള്ളിക്കകത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ അവരോട് നിബന്ധനയുണ്ട്, നിയമമുണ്ട്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതൊന്നും പറയാൻ പാടില്ല. രക്ഷ ഫ്രീയാ, സൗജന്യമാ. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങ് വിടണം. എടാ, രക്ഷ സൗജന്യമല്ല. ഞങ്ങളൊക്കെ 5000 രൂപ വീതം എണ്ണിക്കൊടുത്താൽ രക്ഷിക്കപ്പെട്ടെന്ന് ഇന്നുവരെ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. രക്ഷ സൗജന്യമാണ്, സ്നാനം സൗജന്യമാണ്. പക്ഷേ രക്ഷിക്കപ്പെടുന്നത് വരെ നിനക്ക് എങ്ങനെയും ജീവിക്കാം, ഒരു കുഴപ്പവും ഇല്ല. രക്ഷിക്കപ്പെട്ടോ എങ്ങനെയും ജീവിക്കാൻ വകുപ്പില്ല. നിങ്ങൾ ഇവിടുന്ന് ആരാന കഴിഞ്ഞാൽ ജംഗ്ഷനിലോട്ട് ഇറങ്ങിക്കുക. കൊല്ലംപടി എങ്ങോട്ട് പോകാനാ? കോന്നിക്ക് പോകല്ല, പത്തനംതിട്ട പോകാനായിട്ട് നിങ്ങൾ ബസ് കാത്ത് നിൽക്കുക. ഉദാഹരണം,
സർക്കാരിൻ്റെ ബസ് മുമ്പിൽ കൊണ്ടു നിർത്തി. ചോദ്യം, ബസ്സിൽ കയറാൻ കാശ് കൊടുക്കണോ? ബസ്സിൽ കയറാൻ കാശ് കൊടുക്കണോ? കയറ്റം ഫ്രീ അല്ലേ? കറുത്തവന് കയറാം, വെളുത്തവന് കയറാം, ഹിന്ദുവിന് കയറാം, മുസൽമാന് കയറാം, ക്രിസ്ത്യാനിക്ക് കയറാം, കൂടിയവന് കയറാം, കുറഞ്ഞവന് കയറാം, പണക്കാരന് കയറാം, പാവപ്പെട്ടവന് കയറാം, കണ്ണുന്തിയനും പല്ല് തള്ളിയതിനും കോങ്കണ്ണിക്കും എല്ലാം കയറാം. എല്ലാ വകുപ്പിൽപ്പെട്ടതിനും ഇതിനകത്ത് കയറാം. കയറ്റം ഫ്രീയാ, ഇല്ലയോ? കയറ്റം ഫ്രീയാ. പക്ഷേ നീ സമാധാനത്തോടെ പത്തനംതിട്ടയിൽ ഇറങ്ങണമെങ്കിൽ 1 ടിക്കറ്റ് എടുക്കണം. വേണോ? വേണം. 2 കയ്യും തലയും പുറത്തിടരുത്. 3 പുകവലി പാടില്ല. 4 പെണ്ണുങ്ങളുടെ മടിയിൽ കയറി ഇരിക്കരുത്. ഇതൊക്കെ അനുസരിച്ചാൽ നിനക്ക് മര്യാദയ്ക്ക് എവിടെ ഇറങ്ങാം? പത്തനംതിട്ട ഇറങ്ങാം. അല്ല, എന്നെ ഫ്രീ ആയിട്ടല്ലേ കയറ്റിയെന്നും പറഞ്ഞ് മടിയിൽ കയറി ഇരുന്നാൽ ആണുങ്ങൾ അടിച്ചെടുത്ത് വെളിയിൽ കളയും. എന്തോ മനസ്സിലായി? അതുകൊണ്ട് പ്രവേശനം ഫ്രീയാ, പക്ഷേ അകത്ത് വരുന്നവൻ മര്യാദയ്ക്ക് ജീവിക്കണം. അതിന് ദൈവസഭയ്ക്ക് ഉപദേശമുണ്ട്. സഭയ്ക്ക് എഴുതപ്പെട്ട ഉപദേശമാണ് ലേഖനങ്ങൾ. അതൊക്കെ അങ്ങോട്ട് പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ശാനപ്പെട്ട് എവിടെയും ചെന്ന് കയറാൻ വകുപ്പില്ല, ഉപദേശത്തിൻ്റെ കീഴിൽ നിൽക്കണം. ഇനി ഈ കൽപ്പന ഏറ്റെടുത്ത ശിഷ്യന്മാർ എന്ത് ചെയ്തു? മർക്കോസിന്റെ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ അവർ കയറിപ്പോയി. പെന്തക്കോസ്ത പെരുന്നാൾ ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. ആമേൻ. ആത്മാവ് നിറഞ്ഞവനായി ഒരാൾ പ്രസംഗിക്കാൻ രംഗത്തിറങ്ങി. ആരാ പറഞ്ഞേ? ആരാ? പത്രോസ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, എൻ്റെ ഭാഷ പറഞ്ഞാൽ ആത്മാവിൻ്റെ അകത്ത് അങ്ങനെ ജ്വലിച്ചുകൊണ്ടാ പത്രോസ് ഇറങ്ങി നിന്ന് ദൈവവചനം അങ്ങോട്ട് പ്രസംഗിച്ചപ്പോൾ വചനം എഴുതിയിരിക്കുന്നു, കേട്ടവരുടെ ഹൃദയത്തിൽ. ഉറക്കപ്പറ. എന്താ ഇക്കിളി ഉണ്ടെന്ന്? കുത്തുകൊണ്ടല്ലേ? അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ആത്മാവ് നിറഞ്ഞവൻ ഇറങ്ങി എന്ന് പ്രസംഗിച്ചാൽ ഇക്കിളി അല്ല കൊള്ളുന്നത്, ചങ്കത്ത് കത്തി കയറും. നിക്കിളിപ്പെടുത്തുന്നവരെ മതി, കത്തി കയറ്റുന്നവരെ വേണ്ട. എന്നാൽ ആത്മാവ് നിറഞ്ഞവൻ പ്രസംഗിച്ചാൽ ചങ്കത്ത് കത്തുകേറി ഇരുവായ്ത്തലയുള്ള വാളാകുന്ന ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ തുളഞ്ഞു കയറി അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. നിങ്ങൾ ശ്രദ്ധിച്ചേ, കുത്തുകൊണ്ടവരെല്ലാം കൂടെ എന്ത് ചെയ്തു? കമ്മിറ്റി കൂടി. ഒന്നുകിൽ ഈ പാസ്റ്ററെ സ്ഥലം മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ പള്ളി പോകും. ആണോ? അല്ല, കുത്തുകൊണ്ടവരെല്ലാം കൂടെ ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? കണ്ടോ? ആരും കൈവൊക്കെ കാലുവൊക്കല്ല, അവരിങ്ങോട്ട് ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത വാക്ക് വായിക്കേ, പ്രവൃത്തി 2:37. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് 1 നിങ്ങൾ മാനസാന്തരപ്പെടണം, 2 നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവിൻ. അപ്പൊ അവിടെ രണ്ടാമത്തെ ഒരു തെളിവ് കിടക്കുക. സ്നാനപ്പെടേണ്ടത് ആരാ? മാനസാന്തരപ്പെട്ടവന്. മനസ്സിലായോ? നിങ്ങൾ ആദ്യം മാനസാന്തരപ്പെടണം, എന്നിട്ട് പാപമോചനത്തിനായി എന്തേൽക്കണം? സ്നാനമേൽക്കണമെന്ന്. അപ്പം മാനസാന്തരപ്പെട്ടവനാ എന്തേൽക്കണ്ട? ഉറക്കെ പറ. സ്നാനമേൽക്കണം. അല്ലാതെ മാനസാന്തരം എന്ന് എഴുതിയാൽ പോലും മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്ത് ഒക്കത്ത് വെച്ച് 2000 വർഷം മുമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി വന്നെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും നിന്നെ ചേർക്കാൻ വേണ്ടി വരുമെന്നും കുഞ്ഞെ നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞ് കിടക്കുക. കുഞ്ഞ് പറയണം, യെസ് ഐ ബിലീവ് ദാറ്റ്, ഞാനത് വിശ്വസിക്കുന്നു. സ്നാനപ്പെടുത്തിക്കോ. അതാണ് സ്നാനം. മനസ്സിലായോ? മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പീൻ. അടുത്ത വാക്ക്, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പൊ നിനക്ക് പരിശുദ്ധാത്മാവിനെ തരും. അടുത്തത്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. നീ ഇതൊക്കെ പ്രസംഗിക്കോ? ഒന്നും പ്രസംഗിക്കാനില്ല. ഈ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ കൂടി വന്നവർക്ക്, നിങ്ങളുടെ മക്കൾക്കും, അവരുടെ തലമുറയ്ക്ക് നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരെ കിടക്കുന്ന ഷമീറിനും സിയാദിനും നസീറിനും നാസറിനും നാരായണനും കറിയായ്ക്കും മമ്മദൂട്ടിക്കും എല്ലാം ഈ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന്. മനസ്സിലായോ? നിങ്ങൾക്കുള്ളതിലൊന്ന് പറഞ്ഞു. അടുത്ത വാക്ക, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടുവീനെന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അവന്റെ വാക്ക് കൈക്കൊണ്ടവര് ഉറക്കപ്പറ സ്നാനമേറ്റു. അടുത്ത വാക്ക്, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഒറ്റ പ്രസംഗത്തിൽ കയ്യും പൊക്കാൻ പറഞ്ഞില്ല, കാലും പൊക്കാൻ പറഞ്ഞില്ല, 3000 എണ്ണം സ്നാനപ്പെടാൻ രംഗത്ത് വന്നു. കണ്ടോ? കണ്ടോ? കുത്തുകൊണ്ട പ്രസംഗത്തിൽ സ്നാനപ്പെടാൻ ആള് രംഗത്ത് വന്നു. മനസ്സിലായോ? ആമേൻ. അടുത്ത വാക്ക്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. നിൽക്കട്ടെ, ഇവിടെയാണ് ചിന്ത. യേശു പറഞ്ഞ കൽപ്പന എന്താ? സ്നാനം കഴിപ്പിച്ച് എവിടെങ്കിലും ചെന്ന് കയറാനാണോ? അല്ല, സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചൊക്കെ പ്രമാണിപ്പാൻ ഉപദേശിച്ചുകൊണ്ട്. ഇവിടെ അപ്പോസ്തലന്മാർ എന്തോ ചെയ്തെന്ന് നോക്കിയേ. 3000-ഓളം പേര് സ്നാനമേറ്റിട്ട് അവരെന്ത് ചെയ്തു? എവിടെയെങ്കിലും ചെന്ന് കയറിയോ?
ഇല്ല. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അടുത്തത് കൂട്ടായ്മ ആചരിച്ചു. അപ്പൊ ഉപദേശം കേൾക്കണമെങ്കിൽ കൂട്ടായ്മയ്ക്ക് വരണം. അടുത്തത് അപ്പം നുറുക്കിയും. അപ്പം നുറുക്കി. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അപ്പം നുറുക്കി. ആമേൻ. നോക്ക്, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് ഉപദേശം കേട്ട് കൂട്ടായ്മയ്ക്ക് വന്നവർ നുറുക്കുന്ന അപ്പമാണ് തിരുമേശ. മനസ്സിലായോ? ആമേൻ. അല്ലാതെ സജിത്ത് കണ്ണൂർ എന്നൊരുത്തം പറഞ്ഞു സ്നാനമൊന്നും വേണ്ട, ആർക്കും വേണമെങ്കിലും തിന്നാൻ തിരുമേശ, സ്നാനമൊന്നും വേണ്ട. തിരുവനന്തപുരം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്ന് വണ്ടിക്കണക്കിന് ബ്രെഡും വീഞ്ഞും കൊണ്ടുവന്ന് സകല ജാതി മത വിഭാഗം എല്ലാവർക്കും തിന്നാം. വീഞ്ഞ് തീർന്നു പോയപ്പം പെപ്സി മേടിക്കാൻ പറഞ്ഞു. പെപ്സി മേടിച്ചുകൊണ്ട് വന്നു. അതും പറഞ്ഞ് പൊട്ടിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് തിന്നോ യേശു വിശ്വാസമുണ്ടോ, തിന്നോ സ്നാനമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം തിന്നുകൊണ്ട് പോയൊരു ഹിന്ദു കുടുംബം അപ്പൻ ഒരു പാസ്റ്ററെ കണ്ടേച്ച് ചോദിച്ചു, പാസ്റ്റർ കൺവെൻഷന് പോയില്ലേ എന്ന് ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞു, ഞങ്ങൾ അവരുടെ കൺവെൻഷനൊന്നും ഞങ്ങളൊന്നും പോകത്തില്ല. ഞങ്ങൾ പോയി പ്രസാദം കഴിച്ചേച്ച് വരുവാന്ന്. എന്തോ മനസ്സിലായി? ആമേൻ. അതുകൊണ്ട് ഈ വിവരക്കേടൊന്നും ആമേൻ ദൈവസഭയ്ക്കില്ല. ദൈവസഭയെ തിരുമേശ രക്ഷിക്കപ്പെട്ടവര്, ആമേൻ സ്നാനപ്പെട്ടവര്, ആത്മനിറവ് പ്രാപിച്ചവര്, ഉപദേശത്തിൽ നിൽക്കുന്നവർ കൂട്ടായ്മയായി കൂടി വന്ന് അവിടെ നുറുക്കുന്ന മേശയാണ് തിരുമേശ. അങ്ങനെങ്കിൽ ആമേൻ വചനപ്രകാരം രക്ഷയില്ലാത്ത, വചനപ്രകാരമുള്ള സ്നാനമില്ലാത്ത, വചനപ്രകാരം ആത്മനിറവില്ലാത്ത ഇടത്ത് മുങ്ങി സ്നാനമേറ്റ നീ അവിടെ പോയി അണ്ണാക്ക് തുറന്ന് വെച്ചാൽ അത് തിരുമേശയല്ല. അതുകൊണ്ട് ആ സ്നാനമേറ്റ നിനക്ക് അവിടെ പോകാൻ വകുപ്പില്ലെന്ന് പറയുന്നു. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അവരപ്പം നുറുക്കി. അടുത്തത് പ്രാർത്ഥന കഴിച്ചും പോന്നു. ആ കൂട്ടത്തെ സ്വർഗത്തിലെ ദൈവം, ഉയരത്തിലെ ദൈവം, സൃഷ്ടാവായ ദൈവം വിളിച്ചൊരു പേരാണ് അതിന്റെ ഒടുവിലത്തെ വാക്യം. അതാ ഞാൻ ഇന്നലെ വായിപ്പിച്ചത്. എന്താ മനസ്സിലായി? 47-ാം വാക്യം വായിരേ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. അപ്പൊ ഏതാ ദൈവത്തിന്റെ സഭ? വെണ്ടയ്ക്ക പോലെ. മനസ്സിലായോ? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്ന ആ കൂട്ടം, അത് പുഴവക്കത്ത് കൂടിയാലും മരച്ചുപൊട്ടി കൂടിയാലും കെട്ടടത്തി കൂടിയാലും ആ കൂട്ടത്തെ സ്വർഗത്തിലെ ദൈവം വിളിച്ച പേരാണ് സഭ. അതാ ദൈവത്തിന്റെ സഭ. ആ സഭയ്ക്ക് എന്ത് പേരിടണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. IPC എന്നോ AG എന്നോ ചർച്ചകോടെന്നോ ശാലോമെന്നോ ശാരോണെന്നോ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾ വെച്ചോ. അതിലൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല. ഇപ്പം എനിക്കൊരു അപേക്ഷയുണ്ട്, ഈ ബോർഡിനെ സ്നേഹിക്കാതെ ദൈവത്തെയും വചനത്തെയും സ്നേഹിക്കുക. മേപ്പോട്ട് ചെല്ലുമ്പോൾ സ്വന്തം ചർച്ചിൻ്റെ ബോർഡ് നോക്കി നടക്കാൻ തുടങ്ങിയാൽ കിലോമീറ്ററോളം നടക്കേണ്ടി വരും. അവിടെ അങ്ങ് ബോർഡൊന്നുമില്ല. ചിലർക്കങ്ങ് ബോർഡെന്ന് പറഞ്ഞാൽ എന്തോ സ്പിരിറ്റാന്ന് പറയും. കർത്താവിനേക്കാളും ഭ്രാന്താ ചിലതിന് ഈ ബോർഡെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ബോർഡിൻ്റെ സ്പിരിറ്റൊക്കെ അങ്ങോട്ട് വിട്ടേച്ച് കർത്താവിനും വചനത്തെ സ്നേഹിക്ക് നിത്യതയിലേക്ക് പോകും. കാരണം ആമേൻ ഈ പറയപ്പെട്ട രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് എഴുതപ്പെട്ട ഈ സഭ ഏതാണോ അങ്ങനെ കൃപയാൽ രക്ഷിക്കപ്പെട്ട ആമേൻ ഈ സഭയെ ചേർക്കാനാണ് ഷമീർ പ്രസംഗിക്കുന്ന യേശു ഇനി വരാൻ പോകും. അല്ലാതെ ക്രിസ്ത്യാനി എല്ലാം കൂടെ വാരിക്കെട്ടിക്കൊണ്ട് പോകുമെന്നും പറഞ്ഞൊന്നും ആരും മോഹിക്കണ്ട. ആമേ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കളെ മധ്യാകാശ മണിപ്പന്തലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഷമീർ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ഇതാ വേഗം വരാൻ പോകുന്നു. സകല ലോക സംഭവങ്ങളും പ്രകൃതി സംഭവങ്ങളും പ്രവചന സംഭവങ്ങളും എല്ലാം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ അതാ പച്ചയായി വിരൽ ചൂണ്ടിയിരിക്കുന്ന ഈ അന്ത്യകാലത്തിൽ രാപ്പകലില്ലാത്ത, കണ്ണുനീരില്ലാത്ത, വിലാപമില്ലാത്ത, നെടുവേർപ്പില്ലാത്ത, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നുമില്ലാത്ത ആ നിത്യഭവനമൊരുക്കി ഇതാ യേശു വേഗം വരാൻ പോവുകയാണ്.